അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നുസല്ലി വ നുസല്ലിമു അലാ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. വളരെ പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ഇവിടെ ചെലവഴിക്കുന്ന സമയവും നല്ല ഒരു പ്രവർത്തനമായി ദയാലുവായ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ജനുവരി 3 ഇന്ന്. നാടെങ്ങും പുതുവർഷത്തിൻ്റെ എല്ലാ ആഘോഷത്തിമിർപ്പുകളും ഒടുങ്ങിയ സമയമാണ്. ജീവിതത്തെക്കുറിച്ചുള്ള ആലോചന അതൊരാഘോഷം മാത്രമാണ് എന്ന ഫുൾ സ്റ്റോപ്പിലെത്തിയ ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എല്ലാ ആളുകളും ജീവിക്കുന്ന ആളുകളാണെങ്കിലും ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. എല്ലാ ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ അധികം ഉണ്ടാവില്ല. കാരണം ജീവിക്കുന്നത് പോലെ എളുപ്പമല്ല ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക എന്നത്. ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ആലോചിക്കുക എന്നാണ്. എന്തിനാണൊരു ജന്മം അള്ളാഹു തന്നത്? എന്തിനാണൊരു ആയുസ് അള്ളാഹു സമ്മാനിച്ചത്? വെറുതെയല്ല എന്നുറപ്പാണ്. വെറുതെയല്ലെങ്കിൽ പിന്നെ അതെന്തിനാണ്? ഇവിടെ അവസാനിക്കുന്ന ജീവിതമല്ല നമ്മുടേത് എന്ന് നമുക്കറിയാം. ഗർഭപാത്രത്തിലിരിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ ചെന്നിട്ട് പറയുകയാണ്, മോനെ 9 മാസം കഴിഞ്ഞാൽ നീ പുറത്തേക്ക് പോകും. 9 മാസം വരെ മാത്രമേ നീ ഉമ്മയുടെ വയറ് എന്ന ഈ ലോകത്തുണ്ടാവുള്ളൂ, ഈ ഒരു സ്ഥലത്തുണ്ടാവുള്ളൂ. പിന്നെ നീ പുറത്തേക്ക് പോകും. അവിടെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ചെടികളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, മരങ്ങളുണ്ട്, സ്കൂളുണ്ട്, കൂട്ടുകാരുണ്ട് എന്നൊന്നും പറഞ്ഞാൽ ആ കുട്ടി വിശ്വസിക്കില്ല. ആ കുട്ടിയുടെ വിശ്വാസം എന്ന് പറയുന്നത് ആ ലോകമാണ് ഏറ്റവും വലിയ ലോകം എന്നാണ്. അതിനപ്പുറത്തൊരു ലോകമില്ല എന്നാണ് ആ കുട്ടി വിചാരിച്ചത്. പക്ഷെ 9 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി ആ പറഞ്ഞത് സത്യമായിരുന്നു. മറ്റൊരു ലോകം ആ കുട്ടി കണ്ടപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലായത്, ശരിയാണ്, മറ്റൊരു ലോകമുണ്ടല്ലോ. അങ്ങനെ വന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഈ നമ്മളോട് പിന്നെ ഖുർആൻ പറയുന്നത് ഇവിടെയും അവസാനിക്കൂല എന്നാണ്. ഇനിയുമുണ്ടൊരു ശാശ്വതമായ ലോകം എന്ന് പറയുന്നു. അധികം ആളുകളും വിശ്വസിക്കൂല. ഗർഭപാത്രത്തിലിരിക്കുന്ന ആ കുട്ടിയെപ്പോലെ മനുഷ്യർ പറയും ഇല്ല 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 എന്ന് പറയും. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കും എന്ന് പറയും മനുഷ്യൻ. പക്ഷേ മരിച്ചു കഴിയുമ്പോൾ മനുഷ്യന് മനസ്സിലാകും ആ പറഞ്ഞത് സത്യമായിരുന്നു എന്ന്. ഞാൻ സൂചിപ്പിച്ചത്, വിചാരങ്ങളെപ്പോലും വിചാരണ ചെയ്യുന്ന ഒരു ദിവസം വരുന്നതിന് മുമ്പ് സ്വയം വിചാരണ ചെയ്യൂ എന്ന ഈ വിചാരവേദിയുടെ ക്യാപ്ഷൻ വായിച്ചപ്പോൾ ഉണ്ടായ ആലോചനയാണ് നിങ്ങളോട് സംവദിച്ചത്. എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാനാണ് ഖുർആൻ നമ്മളെ വിളിക്കുന്നത്. ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാനാണ് ഖുർആൻ നമ്മളെ ക്ഷണിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്റിലെ ഒരു സന്ദർഭമുണ്ട്. നരകം കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തെ, നരകത്തിലേക്ക് നരകാവകാശികളായ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു സമയത്ത്, നരകം പ്രത്യക്ഷപ്പെടുന്ന ഒരു സമയത്ത് അവർ പറയുന്നൊരു വാക്ക് ഖുർആൻ നമ്മളോട് ഇപ്പൊ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നരകാവകാശികളായ ആളുകള് നാളെ പരലോകത്ത് വെച്ച് പറയുന്നൊരു കാര്യം ഖുർആൻ നമ്മളോട് ഇപ്പൊ തന്നെ പറഞ്ഞു തരുന്നത് എന്തിനാ? നമ്മൾ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ആ സന്ദർഭം ഇങ്ങനെയാണ്: വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. നരകം ഹാജരാക്കപ്പെടുമ്പോൾ, കൊണ്ടുവരപ്പെടുമ്പോൾ അവർ ഓർമ്മിക്കുകയാണ്, അവരാലോചിക്കുകയാണ് ഒരായുസ്സിനെ കുറിച്ച്. എന്നിട്ട് അവർ പറയും, യാ ലൈതനി, എന്റെ നാശമേ, എത്ര മോശമായി പോയി, എത്ര നാശമായി പോയി. ഖദ്ദംതു ലിഹയാതി, ഈ ഒരു ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നാളെ അവര് പറയുമെന്ന് ഇന്ന് നമ്മളോട് പറയണത് എന്തിനാണ്? നാളെ അങ്ങനെ പറയുന്നവരാകാതിരിക്കാൻ നമ്മൾ, അല്ലെ? ഒരായുസിനെ കുറിച്ച് അവർ പറയാണ്,
എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കുട്ടിക്കാലത്തിന്റെ രസം അറിഞ്ഞു തുടങ്ങുമ്പോഴേക്ക് കൗമാരം വരും. കൗമാരത്തിന്റെ രസങ്ങൾ അറിഞ്ഞു തുടങ്ങുമ്പോഴേക്ക് യൗവനം കടന്നു വരും. യൗവനമായിരുന്നു അത് എന്ന് തിരിച്ചറിയുമ്പോഴേക്ക് വാർദ്ധക്യം കടന്നു വരും. എത്ര എളുപ്പമാണ് മനുഷ്യന്റെ ആയുസ് ഇങ്ങനെ തീർന്നു കൊണ്ടുപോകുന്നത്. ഈ ആയുസിനെ കുറിച്ച് മനുഷ്യൻ പറയുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. നമ്മളൊരു മണിക്കൂർ ടിവിയുടെ മുന്നിൽ ഇരുന്നിട്ട് ആ 1 മണിക്കൂറിന് ശേഷം നമ്മൾക്ക് പറയേണ്ടി വരരുത്, യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി. ആ 1 മണിക്കൂർ കൊണ്ട് എന്താണ് നമ്മുടെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടാവുന്നത്? 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ 4 മണിക്കൂറോ ഇന്റർനെറ്റിന്റെ മുന്നിൽ, ഫേസ്ബുക്കിന്റെ മുമ്പിൽ, വാട്സാപ്പിന്റെ മുന്നിൽ ചെലവഴിച്ചിട്ട് നമുക്ക് പറയേണ്ടി വരരുത് ആ മണിക്കൂർ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ നഷ്ടപ്പെട്ടവരാണ് നാളെ പറയുന്നത്, യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി. നമ്മൾ എപ്പോഴും കാണുന്നൊരു സ്ഥലത്ത് നമ്മൾ തൂക്കി വെക്കേണ്ട ആയത്താണത്, യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി. ഒരായുസിനെ കുറിച്ച് അവർ പറയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കിട്ടിയ അറിവ് കൊണ്ട്, കിട്ടിയ ശരീരം കൊണ്ട്, കിട്ടിയ സമയം കൊണ്ട്, കിട്ടിയ ഊർജം കൊണ്ട്, കിട്ടിയ സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവര് വിലപിക്കും എന്ന് അള്ളാഹ് നമുക്ക് പറഞ്ഞു തരാണ്. അപ്പൊ അങ്ങനെ ഒരു വിലാപത്തിലേക്ക് നമ്മൾ പോകാതിരിക്കാനാണ് ഇങ്ങനെയുള്ള ഒരുമിച്ച് കൂടലുകൾ. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും സ്വയം വിചാരണക്കുള്ള അവസരമാണിത്. പറയുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കും ഒരുപോലെ അവനവനെ കുറിച്ച് ആലോചിക്കാനുള്ള സമയമാണിത്. നമ്മൾ അവനവനെ കുറിച്ച് ആലോചിക്കാൻ മറന്നു പോവുകയാണ് പലപ്പോഴും. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ആലോചിക്കും. മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് നിങ്ങൾ ചെന്ന് നോക്കൂ, അയാൾ എന്താ പറയാ? എനിക്ക് എന്നെ കുറിച്ച് ആലോചിക്കുമ്പോഴല്ല, എൻ്റെ കുട്ടികളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ബേജാറെന്ന് പറയാം. അയാൾ അപ്പോഴും അയാളെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടികളെന്താവും, എൻ്റെ കുടുംബം എന്താവും, എൻ്റെ കച്ചവടം എന്താവും, ഇതൊക്കെ മനുഷ്യൻ ആലോചിക്കുന്നുണ്ട്. ഖുർആൻ നമ്മളോട് പറയണത് ഞാൻ മരിച്ചാൽ ഞാൻ എന്താകും എന്നുകൂടി ആലോചിക്കാനാണ്. മറ്റത് വേണ്ടാന്നല്ല, അതൊക്കെ ആലോചിക്കുന്നതിനിടയിൽ ഞാൻ മരിച്ച എൻ്റെ കച്ചവടം എന്താവും, എൻ്റെ മക്കൾ എന്താകും എന്നൊക്കെ ആലോചിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മരിച്ചു പോയാൽ ഞാൻ എന്താകും എന്നൊരാൾ ആലോചിച്ച് തുടങ്ങുമ്പോഴാണ് അയാളുടെ ജീവിതം തന്നെ മാറി മറിയുന്നത്. അങ്ങനെ ഒരു ആലോചനയിലേക്കാണ് യഥാർത്ഥത്തിൽ ഖുർആൻ നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പം എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ, എന്താണ് ഇസ്ലാം? നമ്മുടെ വിഷയം തന്നെ ഇസ്ലാമിക വ്യക്തിത്വമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് സത്യത്തിൽ ഇസ്ലാം? ഇസ്ലാമിനെ കുറിച്ച് ഓരോ ആളുകൾ ഓരോ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ചില ആളുകൾ പറയും അത് കുറേ അനുഷ്ഠാനങ്ങളാണ്, ചില ആളുകൾ പറയും കുറേ ആചാരങ്ങളാണ്, ചില ആളുകൾ പറയും വേറെ രീതിയിൽ, ചില ആളുകൾ വേറെ രീതിയിൽ പറയും. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം? നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു സാധാരണക്കാരനായ മനുഷ്യനും ഖുർആനും ഹദീസുകളും മുന്നിൽ വെച്ചുകൊണ്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ദീൻ എന്ന് ചോദിച്ചാൽ എന്താണത്? അതൊരു മനുഷ്യന്റെ സംസ്കാരമാണ്. ഒരാളുടെ ജീവിതത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന ചിട്ടയാണത്. ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സൂക്ഷ്മതയാണ് ആ പറഞ്ഞു തരുന്നത്. എല്ലാ മനുഷ്യനോടുമുള്ള സ്നേഹമാണത്. എല്ലാ മനുഷ്യനോടുമുള്ള നല്ല പെരുമാറ്റമാണത്. ആ പെരുമാറ്റത്തിലേക്കും നല്ല ഗുണങ്ങളിലേക്കും ജീവിതത്തിലെ കേടുള്ള ഭാഗങ്ങളെ ചെത്തിക്കളഞ്ഞ് നന്മയുടെ ചെറിയ ചെറിയ മനോഹരമായ ഗുണങ്ങളെ നട്ടുവളർത്താനാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. അത്രയും ലളിതമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പ്രായം ചെന്ന ഉമ്മ വിറക് കെട്ട് ചുമന്നിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. വലിയ പ്രായമുള്ളൊരു ഉമ്മയാണ്, വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആ വിറക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഒരു യുവാവ്, ചെറുപ്പക്കാരനായ ഒരാൾ വന്നിട്ട് ആ ഉമ്മനോട് പറഞ്ഞു, ഉമ്മ ആ വിറക് ഞാൻ എത്തിക്കോളാം, ഉമ്മ എനിക്ക് തന്നാൽ എന്റെ തലയിലേക്ക് വെച്ചെന്നല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ, മോനെ ഇങ്ങനത്തെ കുട്ടികൾ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അത്ഭുതത്തോടു കൂടി ആ വിറക് കെട്ടി ആ ചെറുപ്പക്കാരന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഉമ്മയുടെ പിറകെ ഇദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. കുറെ ദൂരം ചെന്നപ്പോൾ ഒരു ചെറിയ കുടില് കണ്ടു, ചെറിയൊരു പുര. ആ പുരയിൽ എത്തിയപ്പോ ഉമ്മ പറഞ്ഞു, മോനെ ഇതാണ് എന്റെ വീട്, ഇവിടെ ഇറക്കിക്കാള് എന്ന് പറഞ്ഞു. ആ വിറക് ചുമട് അവിടെ ഇറക്കാൻ വേണ്ടി ആ ഉമ്മ പറയാണ്. അങ്ങനെ ആ വിറക് കെട്ട് അവിടെ ഇറക്കിയപ്പോ ആ ഉമ്മ എന്തോ ഒരു സമ്മാനം, ഒരു കൂലി പോലെ എന്തോ കൊടുത്തു. അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട ഉമ്മ എന്ന് പറഞ്ഞു, ഞാൻ പോട്ടെ. അപ്പൊ ആ ഉമ്മ പറയാണ്, മോനെ നിന്നെ പോലുള്ള ആളുകള് നമ്മുടെ നാട്ടിൽ അധികമല്ല, മോന് നല്ലൊരു കുട്ടിയാണ്, മോനെ പോലുള്ള ആളുകളെ നാശാക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് മോനെ, മുഹമ്മദ് എന്നാണ് അവന്റെ പേര്, അവന്റെ വലയില് മോൻ ചെന്ന് വീഴരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ഉമ്മ കുഴപ്പക്കാരൻ എന്ന് നിങ്ങൾ വിചാരിച്ച ആ മുഹമ്മദ് ഇല്ലേ, ആ മുഹമ്മദാണ് ഉമ്മ ഞാൻ. ആ ഉമ്മക്ക് പിന്നെ മറുപടികളൊന്നുമില്ലായിരുന്നു. ഇതാണ് ദീൻ എന്ന് പറയുന്നത്. വലിയ പ്രഭാഷണങ്ങളുടെ പേരല്ല ഇസ്ലാം, മനോഹരമായ പ്രവർത്തനങ്ങളുടെ പേരാണ്.
മനോഹരമായ അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ നന്മകളുടെ പേരാണ്, വലിയ വലിയ ഉപകാരങ്ങളുടെ പേരാണ് യഥാർത്ഥത്തിൽ ദീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യന്റെ മനോഹരമായ ഇസ്ലാമിക വ്യക്തിത്വം രൂപീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ഹദീസ് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു നല്ല മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനാവുക എന്നാണ് അർത്ഥം. അതാണ് നമ്മൾ ഇത്രയും പറയുന്നതിന്റെ ചുരുക്കം. ഒരു നല്ല മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനാവുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ഹദീസ്, ആ ഹദീസിൽ 9 വിഷയങ്ങൾ പറയുന്നുണ്ട്. ആ 9 വിഷയങ്ങളിലൂടെ ഒരാളുടെ വ്യക്തിത്വത്തെ ചെത്തിമിനുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് 9 വസിയത്തുകളായിട്ടാണ് പറഞ്ഞു തരുന്നത്. വസിയത്ത് റസൂലുള്ളാഹിയുടെ വസിയത്ത് എന്ന നിലക്കല്ല, അള്ളാഹുവിൽ നിന്നുള്ള വസിയത്ത് എന്ന് പറഞ്ഞിട്ടാണ്. വസിയത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. സാധാരണ ഉപദേശങ്ങളുടെ പേരല്ല വസിയത്ത്. മലയാളത്തിൽ പോലും വസിയത്ത് എന്നാ പറയാ. EMSന്റെ വസിയത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. വസിയത്ത് എന്നത് അത്രയേറെ നമുക്ക് പരിചയമുള്ള പദമാണ്. വസിയത്ത് എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന ആള് അത് ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള ആളാകുക എന്നുള്ളത്. സാധാരണ ഉപദേശങ്ങൾ കേൾക്കാം, വേണമെങ്കിൽ ചെയ്താൽ മതി, നമുക്കിടെ ഇഷ്ടത്തിന് വിടാം. പക്ഷെ വസിയത്ത് എന്ന് പറഞ്ഞാൽ അതല്ല. അത് കേൾക്കുന്നതോടുകൂടി നമുക്കൊരു ചുമതല വരുന്നു എന്നുള്ളതാണ്. അതല്ലേ നമ്മൾ വസിയത്ത് എന്ന് പറയില്ല, അതിനല്ല. കേൾക്കുന്നതോടുകൂടി ഒരു ചുമതല വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഹദീസിലൂടെ പങ്കുവെക്കുന്ന 9 വസിയത്തുകൾ നമുക്ക് ചുമതലകൾ തരുന്നുണ്ട്. ഞാൻ ആദ്യം ആ ഹദീസ് ഒന്ന് വായിക്കാം. ഇങ്ങനെയാണ്: ഔസാനി റബ്ബി ബിത്ത്സഈൻ ഊസികും ബിഹ ഔസാനി ബിൽ ഇഖ്ലാസി ഫിസ്സിർരി വൽ അലാനിയ വബിൽ അദ്ലി ഫിർറിളാ വൽ ഗളബ് വബിൽ ഖിസ്തി ഫിൽ ഗിനാ വൽ ഫഖർ വഅൻ അഫുവ അമ്മൻ ളലമനി വഅസ്വില മൻ ഖതഅനി വഅഅ്താ മൻ ഹറമനി വഅൻ യകൂന സുംതി ഫിക്റ വനുത്ഖി ദിക്റ വനളരി ഇബ്റ. ഇതാണ് 9 കാര്യങ്ങൾ. ഇനി അതൊന്ന് പരിഭാഷപ്പെടുത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഔസാനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് വസിയത്ത് തന്നിരിക്കുന്നു. ബിത്സഇൻ 9 എണ്ണം. ഊസികും ബിഹ, ആ 9 വസിയത്തുകള് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നു, നിങ്ങൾക്കും വസിയത്തായിട്ട് തരുന്നു. ഒന്നാമത്തത് ഔസാനി ബിൽ ഇഖ്ലാസി ഫിസ്സിർരി വൽ അലാനിയ. ഔസാനി ബിൽ ഇഖ്ലാസ് ഫിസ്സിർരി വൽ അലാനിയ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ കളങ്കങ്ങളില്ലാതെ ജീവിക്കുക എന്നുള്ള, തെറ്റുകുറ്റങ്ങളില്ലാതെ ജീവിക്കുക, പാപങ്ങളില്ലാതെ ജീവിക്കുക. എപ്പോൾ? ഫിസ്സിർരി വൽ അലാനിയ, പരസ്യമായ ജീവിതത്തിലും സ്വകാര്യമായ ജീവിതത്തിലും, ഒറ്റയ്ക്കാകുമ്പോഴും കൂട്ടത്തിലാകുമ്പോഴും, ആരും അറിയാനോ അഭിനന്ദിക്കാനോ ഇല്ലാത്ത സമയത്തും എല്ലാവരും ഉള്ള സമയത്തും മുസ്ലിമിന് ഒറ്റ വ്യക്തിത്വമേ ഉള്ളൂ. അത് കളങ്കങ്ങളിലേക്ക് ചേരാത്ത നന്മയുടെ എല്ലാ മനോഹരമായ അടയാളങ്ങളും ബാക്കിയാകുന്ന ഉത്കൃഷ്ടമായ വ്യക്തിത്വമാണ്. അപ്പൊ രഹസ്യത്തിലും പരസ്യത്തിലും, സ്വകാര്യമായുള്ള ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലും തെറ്റുകുറ്റങ്ങളില്ലാതെ ജീവിക്കുക, അതാണ് ഒന്നാമത്തെ വസിയത്ത്. ഒറ്റക്കാകുമ്പോഴുള്ള ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഒറ്റക്കാകുമ്പോഴാണ് ഒരാൾ പലപ്പോഴും പാപങ്ങളിലേക്ക് കുതറിയോടുന്നത്. കൂട്ടത്തിലാകുമ്പോഴുള്ള നമ്മളല്ല ശരിക്കുള്ള നമ്മള്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്, ഈ ഞാനല്ല യഥാർത്ഥത്തിലുള്ള ഞാൻ. ശരിക്കുള്ള ഞാൻ ആരാണ് എന്നത് ചോദിച്ചാല് ഞാൻ ഒറ്റക്കാകുമ്പോഴുള്ള ഞാനാണ്. ആ ഒറ്റക്കാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, ആരോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നു, അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഞാൻ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ആ സ്വകാര്യ ജീവിതത്തെ ഇത്രയധികം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഹബീബായ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാർഗദർശനം തരുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, നാളെ മഹ്ശറയിലെ വെയിൽ ചൂടിൽ നിന്ന് രക്ഷ കിട്ടുന്ന വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അതിലൊരു വിഭാഗം ആരാണ്? അതിലൊരു വിഭാഗം ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത്ത് ഐനാഹു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ ഏറ്റവും വലിയ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന
ഒരു തണല്, ആ തണല് കിട്ടുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞതാ. എന്താണ് അവരുടെ പ്രത്യേകത? അവർ വാളെടുത്തിട്ട് യുദ്ധം ചെയ്തിട്ടില്ല. അവര് ചെയ്തത് എന്താണെന്നറിയോ? ദക്കറല്ലാഹ ഖാലിയൻ, ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചു. ഫഫാലത്ത് ഐനാഹു, അവർ കരഞ്ഞു എന്നല്ല, അവർ പൊട്ടിക്കരഞ്ഞു എന്നല്ല, അവരുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാ പറഞ്ഞത്. പൊട്ടിക്കരഞ്ഞതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഒറ്റയ്ക്കിരുന്നിട്ട് ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് അയാളുടെ കണ്ണുകൾ നിറഞ്ഞാൽ, മറ്റൊരു ഹദീസ് റസൂല് പറഞ്ഞു, അദ്ദേഹം ഒരിക്കലും അങ്ങനെയുള്ള ഒരാള്, ഒരു സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, നരകത്തിലേക്ക് പോവുകയില്ല എന്ന് പറഞ്ഞു. കറന്നെടുത്ത പാല് വീണ്ടും ആ അകിട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ കഴിയൂലല്ലോ. അതിനൊരു പക്ഷേ കഴിഞ്ഞാലും ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാഹിനെ കുറിച്ച് ആലോചിച്ച ഒരാൾ കരഞ്ഞാൽ അയാൾ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അത് കഴിയാത്തോണ്ടാണത്. ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങൾ. നമ്മൾ പെട്ടെന്ന് കരയുന്ന ആളുകളായിരിക്കും ചില ആളുകൾ. ഒരു സംഗതി പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് കരഞ്ഞു പോകും. ഒരാളെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്ക് നമ്മൾ കരഞ്ഞു പോകും. എത്രയോ വർഷങ്ങളായിട്ട് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ, മരിച്ചുപോയ ആളുകളൊക്കെ ഒന്ന് നമ്മൾ ആലോചിക്കുമ്പോഴേക്ക്, പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് കരഞ്ഞു പോകും നമ്മൾ. ഞാൻ ഇന്നൊരു വല്യമ്മയെ കാണാൻ പോയി. പ്രിയങ്കരനായ നമ്മുടെ ടി കെ എൻ നാസറിന്റെ ഉമ്മയുടെ ഉമ്മ, ഒരുപാട് പ്രായമായിട്ടുള്ള ഉമ്മയാണ്. ആ ഉമ്മ വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ ഉപ്പയെക്കുറിച്ച് പറഞ്ഞു, വല്യുപ്പയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഉപ്പയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് ആ ഉമ്മ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. എത്രയോ കാലമായി വേർപെട്ടു പോയ ആളുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് നമ്മൾ കരയുന്നത് എന്തുകൊണ്ടാ? അവര് പോയിട്ടുണ്ട്, പക്ഷെ അവര് പോയിട്ടില്ല. അതുകൊണ്ടാണത്. അവര് പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അവര് പോയിട്ടില്ല. ഇപ്പോഴും ഉണ്ട് അവിടെ. നമ്മുടെ ഉള്ളിൽ അവരിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കണ്ണില് അവര് കണ്ണുനീരായി പുറത്തു വരുന്നത്. ഉള്ളിൽ എത്ര ഉണ്ടോ അത്രയും കണ്ണ് പ്രതികരിക്കും. എന്റെ ഒരു ജ്യേഷ്ഠന് അസ്ലം എന്നായിരുന്നു അവന്റെ പേര്. ഇതിൽ പല ആളുകളുടെയും സുഹൃത്തായിരുന്നു. ഈ ജില്ലയിലായിരുന്നു കാര്യമായി അവനുണ്ടായിരുന്നത്. പഠിച്ചത് ഇവിടെ തന്നെ ആയിരുന്നു. അവൻ 2006 മരിച്ചുപോയത്. 2006 അവൻ മരിച്ചുപോയി. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ അസ്ലം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതെന്റെ ചെറിയ കുഞ്ഞാണ്, 5 വയസ്സുള്ള ചെറിയ കുട്ടിയാണ്. പക്ഷെ അവനെ ആരും അസ്ലം എന്ന് വിളിക്കാറില്ല. ഞങ്ങളെ വീട്ടിൽ ഒരാളും അവന്റെ പേര് വിളിക്കൂല. ഭാര്യയുടെ വീട്ടിൽ അവനെ അസ്ലു എന്നൊക്കെ വിളിക്കും. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ആ പേര് വിളിക്കാറേ ഇല്ല. എന്തുകൊണ്ട്? ആ പേര് കേൾക്കുമ്പോഴേക്ക് മനസ്സ് വിഷമമാകും. ആ പേര് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലൊരു നോവായി അത് പടർന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഒക്കെ കുടുംബത്തിലും ജീവിതത്തിലും ഇതുണ്ടാവാം. എന്തുകൊണ്ടാണത്? ഒരാളെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്ക് നമ്മൾ കരഞ്ഞു പോകുന്നു. ഒരാളെ കുറിച്ച് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ കണ്ണ് നിറയുന്നു. ഒരു സംഭവം പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് നമ്മുടെ കണ്ണ് പ്രതികരിക്കുന്നു. എന്തുകൊണ്ട്? അതിന്റെ കാരണം ഇപ്പോഴും അത് മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു പറയുന്നു, റസൂലുള്ള പറയുന്നു, അങ്ങനെ നമ്മുടെ കണ്ണ് നനയേണ്ട ഏറ്റവും വലിയ സന്ദർഭമാണ് പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ആലോചനയുടെ സന്ദർഭം. എന്തുകൊണ്ട്? ആ അള്ളാഹുവിൽ നിന്നാണല്ലോ ഞാൻ അകന്നുപോയത് എന്ന ഒരാലോചന, ആ പടച്ചവനെയാണല്ലോ ഞാൻ പറ്റിക്കാൻ ശ്രമിച്ചത് എന്ന ചിന്തകൾ. പടച്ചവൻ പറ്റിക്കപ്പെടുന്നില്ല, പറ്റിക്കപ്പെട്ടത് നമ്മളാണ്. നമ്മളെ എത്ര പേര് അനുസരിക്കുന്നുണ്ട്, പക്ഷേ എത്ര പേർക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം സഹിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കാരുണ്യവും എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തന്ന നമ്മുടെ റബ്ബിനെ എത്ര തവണയാണ് നമ്മൾ പറ്റിക്കാൻ ശ്രമിച്ചതെന്ന് ആലോചിച്ചു. നമ്മുടെ കുട്ടിയോട് നമ്മൾ പറയാണ് ഒരു സംഗതി പറയരുത്, അല്ലെങ്കിൽ ഒരു സംഗതി കാണരുത് എന്ന് പറയാം. ഇപ്പൊ ഒരു വാപ്പ ആ കുട്ടിയോട് പറയാണ് മേലാലൊരു സംഗതി ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി വിലക്കിയിട്ടുണ്ട്, അത് ചെയ്യാൻ പാടില്ല, ഇനി മേലാൽ അത് ചെയ്താൽ എന്റെ സ്വഭാവം മാറുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു സംഗതി ആ വാപ്പാന്റെ കൺമുന്നിൽ വെച്ച് ആ കുട്ടി ചെയ്യൂല. വാപ്പ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുട്ടി അത് ചെയ്യൂലല്ലോ. കാരണം എന്താ? വാപ്പ അവിടെ ഉണ്ട്, വാപ്പ നോക്കി നിൽക്കുന്നുണ്ടെന്ന് ആ കുട്ടിക്കറിയാം. നമ്മളൊക്കെ അങ്ങനെ പലരെയും അനുസരിക്കുന്നു. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളോട് നമ്മളുടെ നാഥൻ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു സംഗതി, പറയരുത് എന്ന് പറഞ്ഞൊരു സംഗതി, കാണരുത് എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾ കാണുന്നത്, ഞാൻ കാണുന്നത്, ഞാൻ പറയുന്നത്, ഞാൻ അത് ചെയ്യുന്നത് എന്റെ ആ റബ്ബിന്റെ കൺമുന്നിൽ വെച്ചല്ലേ? ആണല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് എനിക്കത് കൂളായിട്ട് ചെയ്യാൻ പറ്റുന്നത്? എന്റെ വാപ്പനോട് ചെയ്യരുതെന്ന് പറഞ്ഞൊരു സംഗതി ആ വാപ്പാന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ ചെയ്യൂല. എന്നാൽ എന്റെ റബ്ബ് എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞൊരു സംഗതി ആ റബ്ബിന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ആ റബ്ബ് കണ്ടുകൊണ്ട് നിൽക്കേ ഞാനത് ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? അതിന്റെ കാരണം നമ്മുടെ ഈമാനിന്റെ പിഴവാണത്. നമുക്ക് വിശ്വാസമേ ആയിട്ടുള്ളൂ എങ്കിൽ അത്രയൊക്കെ കാണുള്ളൂ. ഉറപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിലേറെ കാണൂ.
ഖുർആൻ നമ്മളെ ക്ഷണിക്കുന്നത് വിശ്വാസത്തിലേക്കല്ല, ഖുർആൻ നമ്മളെ ക്ഷണിക്കുന്നത് ഉറപ്പിലേക്കാണ്. മക്കാ മുശ്രിക്കുകളായ ആളുകള് വിശ്വാസമുള്ള ആളുകളായിരുന്നു. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിക്കൂ, അവർ പറയും അല്ലാഹു എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നാ. പിന്നെ ഖുർആൻ അവരെ വിളിച്ചത് എങ്ങോട്ടാണ്? അങ്ങനെ ഒരു വിശ്വാസത്തിലേക്കല്ല വിളിച്ചത്, ഉറപ്പിലേക്കാണ് വിളിച്ചത്. നമുക്ക് ശ്വാസമുണ്ട് എന്നുള്ളത് ഉറപ്പാണെങ്കിൽ ശ്വാസം തന്നവനുണ്ട് എന്നുള്ളതും ഉറപ്പാണ്. നമ്മൾ ഈ കാണുന്നതെല്ലാം സത്യമാണ് എന്നത് ഉറപ്പാണെങ്കിൽ ഇതെല്ലാം സൃഷ്ടിച്ചവനായ ഒരു നാഥനുണ്ട് എന്നതും ഉറപ്പാണ് എങ്കിൽ, വിശ്വാസമാണ് എങ്കിലല്ല. വിശ്വാസം എന്ന പദം വളരെ അപകടം പിടിച്ചൊരു പദമാണ്. കാരണം വിശ്വാസം നമ്മൾ പറയാറുള്ളത് ഉറപ്പല്ലാത്ത കാര്യങ്ങൾക്കാണ്. ഇപ്പൊ ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട് എന്നുള്ളത് വിശ്വാസമാണോ ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഉറപ്പാണെന്ന് പറയും. വിശ്വാസമാണെന്ന് ആരെങ്കിലും പറയൂല. നമ്മൾ ഉറപ്പാണെന്നാ പറയാ. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പല്ലാത്തതാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതിന്റെ അപകടം? വിശ്വാസം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? ഉറപ്പല്ലാത്തതാണ് വിശ്വാസം. നമുക്ക് ശ്വാസമുണ്ട് എന്നുള്ളത് വിശ്വാസമാണോ ഉറപ്പാണോ എന്ന് വെച്ചാൽ നമ്മൾ പറയൂലേ അത് വിശ്വാസം നല്ലത് ഉറപ്പല്ലേ എന്ന് പറയും, അല്ലേ? അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പല്ലാത്തതാണ് വിശ്വാസം. അതാണോ ഈമാൻ എന്ന് പറയുന്നത്? ഈമാൻ എന്ന് പറഞ്ഞാല് നമുക്ക് ശ്വാസമുള്ളതുപോലെ നമ്മൾ അനുഭവിക്കുന്ന ഒരാനന്ദത്തിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനിലേക്കാണ് ഖുർആൻ വിളിക്കുന്നത്. അങ്ങനെ ഒരു ഈമാൻ ഉള്ളിലേക്ക് പ്രവേശിച്ച ഒരാളുടെ കൈ തെറ്റ് ചെയ്യാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ ഒരു ഈമാനെ ഉൾക്കൊണ്ട ഒരാളുടെ നാവ് ഒരു തെറ്റ് പറയാൻ കൂട്ടുനിൽക്കുകയില്ല. അങ്ങനെ ഒരു ഈമാൻ ഉള്ളിലേക്ക് കടന്നു വന്ന ഒരാളുടെ കണ്ണ് ഒരു തിന്മ കാണാൻ കൂട്ടുനിൽക്കുകയില്ല. കാത് ഒരു തിന്മ കേൾക്കാൻ കൂട്ടുനിൽക്കുകയില്ല. അങ്ങനെയുള്ള ഈമാനുള്ളവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അവർ അള്ളാന്റെ പേര് കേൾക്കുമ്പോൾ മനസ്സ് പിടയും. ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും. അവരുടെ കൽബുകൾ ഇങ്ങനെ പിടയുന്നറിയില്ലേ? അത് ആ ഈമാൻ അനുഭവിക്കുന്ന ആളുകളാണ്. നെഞ്ചിൽ കല്ല് കയറ്റിവെച്ച് മരുഭൂമിയിലൂടെ ആഞ്ഞു വലിക്കപ്പെട്ടപ്പോഴും ഉയർത്താവുന്നത്ര ഉച്ചത്തിൽ അല്ലാഹു അഹദ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ പാവം ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിലുണ്ടായിരുന്നത് ആ ഈമാനായിരുന്നു. സന്ധിബന്ധങ്ങളിലെല്ലാം ആണി തറക്കപ്പെട്ട് കുരിശിൽ ചോരയിൽ കുളിച്ച് മലർന്നു കിടക്കുമ്പോഴും പരിഹസിച്ച് ചിരിക്കുന്ന ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് ലസ്തു ഉബാലിയ ഹീന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഇ എന്ന് പാട്ടുപാടിയ ഹുബൈബ് ബിൻ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു മനസ്സിലുണ്ടായിരുന്നത് ആ ഈമാനായിരുന്നു. മർമ്മസ്ഥാനങ്ങളിലെല്ലാം കുന്തമുനകൾ കൊണ്ട് കുത്തി നോവിച്ചപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ പാവം സുമയ്യ ബീവിയുടെ ഉള്ളിലുണ്ടായിരുന്നത് ആ ഈമാനായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്ന് ഇവിടെ കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുക എന്നതാണ് ഖുർആൻ നമ്മളെ ക്ഷണിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് റോമിൽ നിന്നുള്ള ഒരു വെല്ലുവിളി സ്വീകരിച്ചിട്ട് മുസ്ലിങ്ങളുടെ സൈന്യം റോമിലേക്ക് പോയി. മുസ്ലിങ്ങൾ ജയിച്ചിട്ട് തിരിച്ചു വന്നു. പക്ഷേ അവിടെ പിടിക്കപ്പെട്ടു ഒരു സഹാബി. അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹി ബിൻ ഹുദാഫ എന്നായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ആ ചരിത്രം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാണ് ഇബ്നു ഹുദാഫയുടെ ചരിത്രം. അദ്ദേഹം സീസറിന്റെ മുന്നിലെത്തി. സീസർ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാവുകയില്ല എന്ന് കേട്ടപ്പോ സീസർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കുരിശിലേറ്റും എന്ന് പറഞ്ഞു. കുരിശിൽ ആണിത്തറച്ച് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. എനിക്കതൊരു പ്രശ്നമില്ല, ഞാൻ ആ മരണ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ എന്റെ ഭരണത്തിൽ ഒരു പങ്കാളിയാവ്, എന്റെ കൂടെ ഭരണത്തിൽ പങ്കാളിയാവ്, ഞാൻ നിനക്ക് മന്ത്രിപദമോ മറ്റെന്തെങ്കിലും തരാം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇബ്നു ഹുദാഫ പറഞ്ഞു, അറേബ്യയുടെയും സീസറിന്റെയും എല്ലാ ഭരണവും എന്റെ കയ്യിലേക്ക് തന്നാലും മുഹമ്മദിന്റെ മാർഗത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല എന്ന് പറഞ്ഞു. സീസറിന് ദേഷ്യമായി. സീസർ പറഞ്ഞു, ഇവനെ എണ്ണ തിളപ്പിച്ച് അതിലേക്ക് കൊണ്ടുപോയിട്ട് ഇവനെ കൊന്നുകളയൂ എന്ന് പറഞ്ഞു. ഇബ്നു ഹുദാഫയ്ക്ക് ഒരു പതർച്ചയും ഉണ്ടായില്ല. സീസർ പറഞ്ഞു, ഒരു തടവ് പുള്ളിയെ കൊണ്ടുവന്ന് ആ എണ്ണയിലേക്ക് ഇടൂ, തിളച്ചു മറിഞ്ഞ് എന്ന എണ്ണയിലേക്ക് ഒരു തടവ് പുള്ളിയെ കൊണ്ടുപോയിടാൻ പറഞ്ഞു. ഇവൻ കാണട്ടെ, ഇവൻ അതിന്റെ ഗൗരവമെന്ന് അറിയട്ടെ, ഇവൻ അതിന്റെ തീക്ഷണമായ വേദന എത്രയാണെന്ന് അറിയട്ടെ. അതിനു വേണ്ടിയിട്ട് ഒരു തടവുകാരനെ കൊണ്ടുവന്നിട്ട് ആ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു. അയാൾ നിമിഷ വേഗങ്ങൾ കൊണ്ട് പൊരിഞ്ഞുപോയി എന്നാണ്. എന്നിട്ട് സീസർ പറഞ്ഞു, ഇവനെ എണ്ണയിലേക്ക് വലിച്ചു കൊണ്ടുപോകും.
ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ എണ്ണയിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുപോയി എന്നാണ്. അപ്പൊ സീസർ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിട്ട് ശരീരങ്ങൾ എനിക്കുണ്ടാവുകയും ആ ശരീരങ്ങളെ മുഴുവനും ആ എണ്ണയിലേക്കിട്ട് പൊരിച്ചു കളഞ്ഞാലും ആ മാർഗത്തിൽ നിന്ന് ഞാൻ പിന്തിരിയുമെന്ന് സീസർ താങ്കൾ വിചാരിക്കേണ്ടതില്ല എന്ന്. സീസറിന് അത്ഭുതമായി. സീസർ ഒന്നും പറയാതെ ഇങ്ങനെ നിന്നു. അവസാനം പറഞ്ഞു, നീ എന്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചാൽ ഞാൻ നിനക്ക് മോചനം തരാം. ആ മനുഷ്യനെ കൊന്നുകളയാൻ സീസറിന് കഴിഞ്ഞില്ല. ആ ഉറച്ചു നിൽക്കുന്ന ഈമാനിന്റെ കരുത്തിന്റെ മുന്നില് സീസർ എന്ന ക്രൂരനായ ഭരണാധികാരി നിശബ്ദനായി. അദ്ദേഹം പറയുകയാണ്, അടുത്ത ഓഫർ എന്റെ ശിരസിലൊന്ന് ചുംബിച്ചാൽ ഞാൻ താങ്കൾക്ക് മോചനം തരാം. ഇബ്നു ഹുദാഫ പറഞ്ഞു, ഞാൻ ചുംബിക്കാം, പക്ഷെ ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളെയും മോചിപ്പിക്കും എന്നെനിക്ക് വാക്ക് തന്നാൽ. സീസർ പറഞ്ഞു, ഞാൻ മോചിപ്പിക്കാം. ഇബ്നു ഹുദാഫ സീസറിന്റെ നെറ്റിയിൽ ചുംബിച്ചു. എല്ലാ മുസ്ലിം തടവുകാരും മോചിതരായി. അവരെല്ലാവരും ഉമറിന്റെ അടുത്ത് വന്നു. ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കേട്ടപ്പോ ഖലീഫ ഉമർ റളിയല്ലാഹു കരഞ്ഞുപോയി. എന്നിട്ട് അവിടെയുള്ള എല്ലാവരോടുമായി അദ്ദേഹം പറഞ്ഞു, ഇബ്നു ഹുദാഫയുടെ നെറ്റിയിൽ എല്ലാവരും ചുംബിക്കൂ. ഇബ്നു ഹുദാഫയുടെ നെറ്റിയിൽ എല്ലാവരും ചുംബിക്കൂ, ഞാൻ തന്നെ അത് തുടങ്ങാം. ഉമർ റളിയല്ലാഹു ഇബ്നു ഹുദാഫയെ വാരിപ്പുണർന്നിട്ട് ചുംബനങ്ങൾ അർപ്പിച്ചു. ഇതാണ് ആ സംഭവം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പച്ചയായ മനുഷ്യന്റെ കഥയാണ് നമ്മൾ ഈ പറഞ്ഞത്. അത് വെറുമൊരു കഥയല്ല, ഒരു ചരിത്രമാണ്. ഒരു പച്ചയായ മനുഷ്യൻ, നമ്മളെപ്പോലെ നോവുന്ന, നമ്മളെപ്പോലെ വേദനിക്കുന്ന ഒരു പാവം മനുഷ്യൻ. പക്ഷേ ഉള്ളിലുണ്ടായിരുന്നത് സൂര്യനെ പോലെ പ്രകാശിക്കുകയും വജ്രം പോലെ തിളങ്ങുകയും ചെയ്യുന്ന കരുത്തുള്ള ഒരാദർശമുണ്ടായിരുന്നു. ഈമാൻ എന്ന ഒരാദർശമുണ്ടായിരുന്നു. അവിടെയാണ് ജീവിതം വളരെ പ്രകടമായ ത്യാഗങ്ങൾക്ക് ജീവിതം തയ്യാറാകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈമാനിന്റെ കരുത്ത് എന്ന് പറയുന്നത്. ആ ഈമാനിലേക്ക് ഒരാൾ എത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞു പോകും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ തന്നെ വിചാരണ ചെയ്തു തുടങ്ങും. നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ വിചാരണ ചെയ്താൽ അവിടെയുള്ള വിചാരണ വളരെ എളുപ്പമാകും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്വകാര്യ ജീവിതത്തെയാണ് ഒന്നാമത്തെ വസിയത്ത് ചൂണ്ടുന്നത്. അവനവന്റെ സ്വകാര്യ ജീവിതത്തെ നന്നാക്കി തീർക്കാനാണ്, തിന്മകൾ ഇല്ലാതാക്കാനാണ് ആ വസിയത്ത് പറഞ്ഞു തരുന്നത്. സ്വകാര്യ ജീവിതത്തിലാണ് മനുഷ്യനെ ദുശ്ശീലങ്ങളിലേക്ക് പോകാറുള്ളത്. ഒറ്റയ്ക്ക് എവിടെങ്കിലും താമസിക്കുമ്പോഴോ ഒറ്റയ്ക്കുള്ള സമയം പെരുകുമ്പോഴോ ആണ് പല ആളുകളും ദുശ്ശീലങ്ങൾ തുടങ്ങാറുള്ളത്. ആ ദുശ്ശീലങ്ങളെക്കുറിച്ച് കൃത്യമായ വിശകലനങ്ങളും നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും റസൂൽ നമുക്ക് പറഞ്ഞു തന്നുണ്ട്. സൂറത്തു ആലു ഇംറാനിലെ 136-ാമത്തെ വചനം സ്വർഗം ആർക്കുള്ളതാണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നത് ഒരു കാര്യമുണ്ട്. സ്വർഗം ആർക്കുള്ളതാണെന്ന് വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, വലം യുസിറു അലാ മാ ഫഅലൂ. എന്താണ് അതിന്റെ അർത്ഥം? ചെയ്യുന്ന തിന്മകൾ അവർ ആവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞു. ഒരു തിന്മ അത് തിന്മയാണെന്ന് അറിഞ്ഞാൽ പിന്നെ അത് ചെയ്യൂലാണ്. പിന്നെയും അത് ചെയ്താലോ, അതിനാണ് നമ്മൾ ദുശ്ശീലം എന്ന് പറയാറുള്ളത്. അത് തെറ്റാണെന്നറിയാം, ആ തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശൈത്താനിന്റെ പിറകെ അയാൾ സഞ്ചരിക്കുന്നു. ഹൃദയത്തിന്റെ ഭാഗത്ത് കൈവച്ചുകൊണ്ട് അയാൾ നിസ്കരിക്കുന്നു. ഇവിടെ കൈവച്ചുകൊണ്ട് അയാൾ നിസ്കരിക്കുന്നു. ആ നിസ്കരിക്കുന്ന സ്ഥാനത്ത് കൈകെട്ടുന്നതിന്റെ താഴെ അയാളുടെ കീശയിൽ ഹറാമായ പലതുമുണ്ട്. പലിശയുടെ പണമുണ്ട്, ലോട്ടറിയുടെ ടിക്കറ്റ് ഉണ്ട്, സിഗരറ്റിന്റെ പാക്കുണ്ട്. അതിന്റെ ഒക്കെ മുകളിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, എന്ത് പറയുന്നു? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശൈത്താനിന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും എന്നെ നീ മോചിപ്പിക്കണമേ. ശൈത്താന്റെ പിറകെയാണ് ഈ മനുഷ്യനെന്ന് അദ്ദേഹം പലപ്പോഴും തിരിച്ചറിയുന്നില്ലെങ്കിൽ ചെറുതും വലുതുമായ ദുശ്ശീലങ്ങളെ ഒരാൾക്ക് ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയാൻ കഴിയുമ്പോഴാണ് അയാൾ ശരിയായ ഈമാനിന്റെ സന്തോഷം അനുഭവിക്കുന്നത്. അള്ളാഹുവിനോട് ധിക്കാരമാകുന്ന തരത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ ദുശ്ശീലങ്ങളെയും ഒരാൾ ഒഴിവാക്കുമ്പോഴാണ് ജീവിതം ഏറ്റവും ആനന്ദകരമായി മാറുക. അതല്ലേ സ്വഹാബികളുടെ ചരിത്രം. വിഗ്രഹങ്ങളുടെ മുന്നിൽ കൈകൂപ്പി നിന്നിരുന്ന ആളുകൾ അതേ കൈകൾ കൊണ്ട് അതേ വിഗ്രഹങ്ങളെ തച്ചുടച്ചു. 10 നേരവും 15 നേരവും ഒക്കെ മദ്യപിച്ചിരുന്നവരായ ആളുകൾ ഒരു നേരം മദ്യപിച്ചിട്ടില്ലെങ്കിൽ ശരീരം ഇങ്ങനെ വിറക്കുന്ന ആളുകളായിരുന്നു അവർ. ആൽക്കഹോളിക്കായ ആളുകളുടെ ശരീരം ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് ഒരു നേരം കള്ള് കിട്ടിയില്ലെങ്കിൽ, മദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ കൈകാലുകൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഒരു നേരം മദ്യപിച്ചിട്ടില്ലെങ്കിൽ ശരീരം വിറച്ചുകൊണ്ടിരുന്നവരായ ആളുകള്, 10 നേരവും 15 നേരവും മദ്യപിച്ചിരുന്നവരായ ആളുകള് 5 നേരം നിസ്കരിക്കുന്നവരായി മാറിയില്ലേ?
ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടാൽ കരയുന്നവരായി മാറിയില്ലേ? ഒരു നേരം മദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ കരയുന്നവരായിരുന്ന അവര് ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടാൽ വ്യസനിക്കുന്നവരായി മാറിയില്ലേ? ഇവിടെ എന്താ സംഭവിച്ചത്? ദുശ്ശീലങ്ങളെ മാറ്റിയിട്ട് നല്ല ശീലങ്ങൾ കൊണ്ടുവരിക എന്ന ഏറ്റവും വലിയ ചരിത്രമാണ് സ്വഹാബികളുടെ ചരിത്രം. അപ്പോ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന തിന്മയുടെ മാലിന്യങ്ങളെ കഴുകിക്കളയാനുള്ള വസിയത്താണ് ഒന്നാമത്തെ വസിയത്ത്. റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ട്, യാ ആയിഷ ഇയ്യാക വ മുഹ്ഖിറാത്തി ദുനൂബ് ഫഇന്ന ലഹാ മിനല്ലാഹി താലിബാൻ. ആയിഷ, ചെറിയ ചെറിയ പാപങ്ങളെ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ, കാരണം അത് ചോദ്യം ചെയ്യപ്പെടും. ആയിഷ, അത് ചെറുതല്ലേ എന്ന് വിചാരിക്കരുത്, അത് ചോദ്യം ചെയ്യും. ഉമറിനെ കുറിച്ച് കേട്ട ഒരു കഥകളും കേട്ട ചരിത്രവും ഉമറിന്റെ പ്രകടമായ ശരീരം കണ്ടാല് അത് വിചാരിക്കുകയില്ല. ഉമറിന്റെ മുഖവും ശരീരവും കണ്ടാല് ഇങ്ങനെ ദുർബലമായ മനസ്സിന്റെ ഉടമയാണോ ഉമർ എന്ന് ഉമറിനെ കണ്ടാൽ ആളുകൾക്ക് തോന്നുമത്രേ. പക്ഷെ അതേ ഉമർ ഒറ്റയ്ക്കിരുന്നിട്ട് കരയുന്ന ഉമറായിരുന്നു. പെട്ടെന്ന് കാണുമ്പോൾ വളരെ കാഠിന്യമുള്ളൊരു മനസ്സായിട്ട് തോന്നും. അതേ ഉമർ അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോ കരയുന്ന ഒരു കുഞ്ഞായി മാറും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ അവർക്ക് ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന സമയത്ത്, അനസ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹു ഒരുമിച്ച് നടന്നു പോകുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് പോയിട്ട് ഒരു മതിലിന്റെ അപ്പുറത്തേക്ക് എത്തി. അനസ് റളിയല്ലാഹു അൻഹു പതുക്കെ നടന്നു വരുന്നേ ഉള്ളൂ. ആ മതിലിന്റെ അടുത്തെത്തിയപ്പോ ഒരു ശബ്ദം കേൾക്കുന്നു. ഉമറിനോട് ആരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. ആ ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു: മാദാ തഖൂലു ലിറബ്ബിക ഗദൻ ഇദാ അതൈതഹു യാ ഉമർ, മാദാ തഖൂലു ലിറബ്ബിക ഗദൻ ഇദാ അതൈതഹു യാ ഉമർ, കുൻത ളാല്ലൻ ഫഹദാകല്ലാഹ് വകുൻത ദലീലൻ ഫറഫഅകല്ലാഹ്. എന്താണ് ഉമറേ നാളെ നിനക്ക് നിന്റെ റബ്ബിനോട് പറയാനുള്ളത്? എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നു ഉമറേ നിനക്ക്? നീ ഏറ്റവും മോശമായൊരവസ്ഥയിലായിരുന്നില്ലേ? അവിടെ നിന്ന് നിന്നെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്നില്ലേ നിന്റെ റബ്ബ്? നീ ഏറ്റവും നിന്ദ്യമായൊരവസ്ഥയിലായിരുന്നില്ലേ? അവിടെ നിന്ന് നിന്നെ ഉയർത്തിക്കൊണ്ടുവന്നില്ലേ ഉമറേ നിന്റെ റബ്ബ്? നീതിയോ നിയമമോ ഇല്ലാതിരുന്ന കാട്ടു മനസ്സുണ്ടായിരുന്ന അറബിയായിരുന്ന ഉമറിനെ നീതിയും നിയമവും പാലിക്കുന്ന ഖലീഫയാക്കി മാറ്റിയത് ആ പടച്ചോനല്ലേ? ആ പടച്ചോൻ ഇത്രയൊക്കെ നിനക്ക് ഇങ്ങോട്ട് തന്നില്ലേ? അങ്ങോട്ട് എന്താണ് പറയാനുള്ളത് ഉമറേ എന്ന് ഉമറിനോട് ഉമർ ചോദിക്കുന്നു. ഖിലാഫത്തിന്റെ എല്ലാ തിരക്കിനിടയിലും, രാജ്യഭാരത്തിന്റെ എല്ലാ തിരക്കിനിടയിലും കിട്ടിയ ഒരു കുറച്ചു സമയം ഉമർ ചൂണ്ടുന്നത് സ്വന്തത്തിന് നേരെയാണ്. ഉമർ ആലോചിക്കുന്നത് സ്വന്തം ജീവിതത്തെക്കുറിച്ചാണ്, മറ്റുള്ളവന്റെ ജീവിതത്തെ അല്ല. മറ്റുള്ളവന്റെ ജീവിതത്തെക്കുറിച്ച് അവനോടാണ് ചോദിക്കുക, നമ്മളോട് ചോദിക്കില്ലല്ലോ. നമ്മളോട് ഖുർആൻ പറയുന്നത് വേറൊരാളുടെ ജീവിതം നന്നാക്കാനല്ല, നമ്മുടെ ജീവിതം നന്നാക്കാനാണ്. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഓരോരുത്തരും ആലോചിക്കട്ടെ എന്ന്. വേറൊരാളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളോട് ചോദിക്കില്ലല്ലോ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളോട് ചോദിക്കുക. നമ്മുടെ പണം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ അറിവ്, നമ്മുടെ ആയുസ്, നമ്മുടെ യൗവനം, നമ്മുടെ ആരോഗ്യം നമ്മളോടാണ് ചോദിക്കുന്നത്, വേറൊരാളോടല്ല ചോദിക്കുന്നത്. എനിക്ക് ഏറ്റവും ഈ ലോകത്ത് പരിചയമുള്ളത് ഞാനാണ്, നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ളത് നിങ്ങളാണ്. നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരാളുടെ എല്ലാ വീക്ക്നെസ്സും നമുക്കറിയാം, നമ്മുടെ വീക്ക്നെസ് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നന്നാക്കാൻ പറ്റുന്ന ആള് നമ്മളാണ്, അവനവനാണ്. അവനവനെ നന്നാക്കുന്നിടത്താണ് അധികം ആളുകളും പരാജയപ്പെടാറുള്ളത്. മറ്റുള്ളവരെ നന്നാക്കാൻ വളരെ എളുപ്പമാണ്, മറ്റുള്ളവരോട് പറയാനും പ്രസംഗിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ ആ പറയുന്ന കാര്യങ്ങൾ അവനവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതുണ്ടല്ലോ, അത് വളരെ പ്രയാസമാണ്. പ്രസംഗിക്കുന്നത് പോലെ എളുപ്പമല്ലത്, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ എളുപ്പമല്ലത്. അവനവന്റെ നേരെ ചൂണ്ടുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്വഹാബികളായ ഉമ്മമാർ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുമായിരുന്നു. എന്ത്? അബൂബക്കറിന്റെയും ഉമറിന്റെയും ചരിത്രം. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഖൗലാണ്, ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത് പോലെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു ഉമറിന്റെയും അബൂബക്കർ സിദ്ദീഖിന്റെയും ചരിത്രം. എന്തുകൊണ്ട്? അതായിരുന്നു ആ ചരിത്രം. ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടായിരുന്നു അത്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരു സഹാബി വന്നു. ഹഫ്സ് ബിനു അബിൽ ആസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, റളിയല്ലാഹു അൻഹു. ഉമർ അവിടെ ഉള്ള ഭക്ഷണം അദ്ദേഹത്തിന് കൊടുത്തു. ആ ഭക്ഷണം കണ്ടിട്ട് അദ്ദേഹം കഴിച്ചില്ല. കഴിക്കാതെ നിന്നപ്പോ ഉമർ ചോദിച്ചു,
എന്തേ കഴിക്കാത്തത് ഹഫ്സ, എന്തേ കഴിക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഇതിലേറെ നല്ല ഭക്ഷണം എന്റെ വീട്ടിലുണ്ടാവും, ഇവിടുന്ന് കഴിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോ ഉമർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഓ അതാണ് കാര്യമല്ലേ, കുറച്ച് ഉണക്ക റൊട്ടിയും കുറച്ച് വെള്ളമായിരുന്നു, ഇത് ഈ ഭക്ഷണം കണ്ടിട്ടാണ് കഴിക്കാതെ പോകുന്നതല്ലേ? അതെ. അപ്പൊ ഉമർ പറഞ്ഞു, നല്ല മൃദുലമായ ഗോതമ്പിന്റെ പൊടി കൊണ്ടുണ്ടാക്കിയ പത്തിരിയും ഇളം പ്രായമുള്ള നെയ്യാടിന്റെ കറിയും തിത്തിരിപ്പക്ഷിയുടെ കണ്ണിന്റെ നിറമുള്ള മൂത്തു പഴുത്ത മുന്തിരി വെള്ളത്തിലിട്ട് മാൻകിടാവിന്റെ രക്തവർണം വരുമ്പോൾ പുറത്തെടുത്ത് കിട്ടുന്ന പാനീയവും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ അറിയാത്ത ആളാണ് ഉമർ എന്നാണോ താങ്കൾ വിചാരിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓ നല്ല ഭക്ഷണങ്ങളെ കുറിച്ചൊക്കെ ഉമറിന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. ആ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, നല്ല ഭക്ഷണത്തെക്കുറിച്ച്, നല്ല മേത്തരം ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ഉമറിന് അറിയാമല്ലോ എന്ന്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറിയാം, ഇന്നത് കഴിക്കുന്നവരെക്കാൾ കഴിച്ചവനാണ് ഞാൻ. ഇന്ന് അത് കഴിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെക്കാൾ അത് ഞാൻ കഴിച്ചിട്ടുണ്ട്, അവരെക്കാൾ എനിക്കത് അറിയുകയും ചെയ്യാം. പക്ഷെ ഞാനത് എന്തുകൊണ്ടാണ് വേണ്ടാന്ന് വെക്കുന്നത് നിങ്ങൾക്കറിയോ? ഞാനത് വേണ്ട എന്ന് വെക്കുന്നത് എന്തുകൊണ്ടാണ് എന്നറിയുമോ? നാളെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഞാൻ എത്തുമ്പോൾ നിനക്ക് ഞാൻ സ്വർഗത്തിൽ വെച്ച് തരാം എന്ന് നിന്നോട് പറഞ്ഞ എല്ലാ സുഖങ്ങളും നീ ഇഹലോകത്ത് വെച്ച് തന്നെ തിന്നു തീർത്തില്ലേ എന്ന് നാളെ എന്റെ റബ്ബെന്നോട് ചോദിക്കുമോ എന്നാണ് എന്റെ പേടി. ഗർഭിണികളായ ഒട്ടകങ്ങള് കുട്ടികളെ പ്രസവിക്കുന്ന ഒരു ദിവസമുണ്ട്. മുലയൂട്ടുന്ന ഉമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ കരളിന്റെ കഷ്ണമായ കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തേക്ക് വേണ്ടി ഞാൻ എന്റെ സുഖങ്ങളെയൊക്കെ നീട്ടിവെച്ചിരിക്കുകയാണ് അഫ്സ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നൊരു വാക്കുണ്ട്. മനോഹരമായൊരു ചരിത്രമാണത്. ജീവിതത്തിന്റെ സുഖാനുഗ്രഹങ്ങൾ മുഴുവനും പുറങ്കാലുകൊണ്ട് തട്ടി ഓടിക്കുകയായിരുന്നു ഉമർ. എന്നിട്ട് പരലോകത്തെ സ്വീകരിക്കുകയായിരുന്നു ഉമർ. കാറിന് ഒരു ഫാൻസി നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ സമുദായത്തിലുണ്ട്. കാറ് വാങ്ങാനല്ല, കാറ് വാങ്ങിയ കാറിന് ഒരു ഫാൻസി നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് വീടിനേക്കാൾ വലിയ മതിൽ പണിയാനും അതിനേക്കാൾ വലിയ ഗേറ്റ് പണിയാനും വേണ്ടിയിട്ട് ലക്ഷങ്ങൾ തുലച്ചു കളയുന്ന ആളുകൾ നമ്മുടെ ഉള്ളിൽ. അത്രയൊന്നും വേണ്ട. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അത്രയൊന്നും വേണ്ട. നമ്മുടെ ധൂർത്തിനെയെങ്കിലും ഒഴിവാക്കി തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. 2-3 ആളുകൾക്ക് താമസിക്കാൻ 5-6 ആളുകൾക്ക് പറ്റുന്നൊരു വീടുണ്ടാക്കാം. പക്ഷേ 5 ആളുകൾക്ക് താമസിക്കാൻ, 50 ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന അത്രയും വലിയ വീട് നിർമ്മിക്കുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിലാണുള്ളത്. അവര് മറന്നുപോയത് ഉമറിന്റെ ചരിത്രമാണ്. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സ്വഹാബികളായ ഉമ്മമാരും ഉപ്പമാരും ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത് പോലെ അത്ര പ്രാധാന്യത്തിൽ ഉമറിന്റെയും സിദ്ദീഖ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ചരിത്രം പഠിപ്പിക്കുമായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അവരൊക്കെ വിചാരണ ചെയ്തത് അവനവനെയാണ്. അതായിരുന്നു പ്രത്യേകത. അവരൊക്കെ വിചാരണ ചെയ്തത് അവനവനെയായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പേരക്കുട്ടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സൈനുൽ ആബിദീൻ എന്നായിരുന്നു. പക്ഷെ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചത്, അദ്ദേഹത്തിന്റെ പേര് അലി എന്നായിരുന്നു, വല്ലിപ്പാന്റെ പേരായിരുന്നു. ആളുകൾ അദ്ദേഹത്തെ വിളിച്ചത് സൈനുൽ ആബിദീൻ എന്നാണ്. അത്രയധികം ആബിദായിരുന്നു, ഇബാദത്ത് ചെയ്യുന്ന സച്ചരിതനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം എവിടെ നിങ്ങൾ കിട്ടുമെങ്കിൽ നിങ്ങൾ വായിക്കണം. മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രമുള്ള പുസ്തകങ്ങൾ. അത്ര മനോഹരമായൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹം മരിച്ച ദിവസം മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് പുറത്തൊരു കറുത്ത പാട് കണ്ടു എന്നാണ്, ഒരു തഴമ്പ് കണ്ടു എന്ന്. അപ്പോ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ ഏറ്റവും വേണ്ടപ്പെട്ടവരായ ആളുകളാണല്ലോ. അവരിങ്ങനെ പരസ്പരം ചോദിക്കേണ്ടത് എന്ത് തഴമ്പാണ്. ആർക്കും അറിയില്ല, ഭാര്യക്കറിയില്ല, മക്കൾക്കറിയില്ല, ആർക്കും അറിയില്ല. അദ്ദേഹത്തെ മറവ് ചെയ്തു എന്ന്. 1-2 ആഴ്ച കഴിഞ്ഞപ്പോ തൊട്ടടുത്ത പ്രദേശത്ത് ഒരു ചെറിയ ചേരി പ്രദേശം, വളരെ പാവങ്ങളായ ആളുകൾ താമസിക്കുന്ന ഒരു ചെറിയ ഏരിയ, ആ ഏരിയയിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് ഇപ്പുറത്തുള്ള ആളുകളോട് യാചിക്കാൻ തുടങ്ങി ഭക്ഷണത്തിന്. അപ്പൊ അവര് ചോദിക്കാണ്, എന്തേ നിങ്ങൾ പെട്ടെന്ന് പട്ടിണിയായത് എന്ന് ചോദിച്ചു. ഇത്ര കാലം നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, പെട്ടെന്ന് നിങ്ങൾ എന്തേ പട്ടിണിയായത്? അപ്പൊ അവര് പറയാണ്, ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരുന്ന പദ്ധതി നിങ്ങൾ നിർത്തലാക്കിയതുകൊണ്ടല്ലേ ഞങ്ങൾ പട്ടിണിയായത്. ഏത് പദ്ധതി? ഇവർക്കാർക്കും അറിയില്ല അങ്ങനെ ഒരു പദ്ധതിയെ കുറിച്ച്. അപ്പൊ അവര് പറഞ്ഞു കൊടുക്കാണ്, എല്ലാ ശനിയാഴ്ചയും രാത്രി ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ ഞങ്ങൾക്ക് വേണ്ട ധാന്യവും പച്ചക്കറിയും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആരോ പോകാറുണ്ടല്ലോ. ആര്? അറിയില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ല, ഞങ്ങൾ ഇതുവരെ അയാളുടെ മുഖം കണ്ടിട്ടില്ല, കാണാൻ സമ്മതിച്ചിട്ടില്ല അദ്ദേഹം. ഇതായിരുന്നു ആ തഴമ്പ് എന്ന്. സ്വന്തം ഭാര്യക്ക് പോലും അറിയില്ലായിരുന്നത്. ഒരാളും അറിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതുമില്ല.
ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവരൊക്കെ മറച്ചു വെച്ചത് അവരുടെ നന്മകളായിരുന്നു. നമ്മളൊക്കെ മറച്ചു വെക്കുന്നത് നമ്മുടെ തിന്മകളാണ്. ഇതാണ് പ്രത്യേകത. നമ്മൾ മറച്ചു വെക്കാറുള്ളത് നമ്മുടെ തിന്മകളാണ്. അവരൊക്കെ മറച്ചു വെച്ചത് അവരുടെ നന്മകളാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കുടുംബം അറിയാണ് അദ്ദേഹം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. നേരെ മറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ അറിയുന്നു അദ്ദേഹം ഇങ്ങനെയുള്ള തിന്മകൾ ചെയ്തിരുന്നു എന്നറിയുന്നൊരവസ്ഥ ആലോചിച്ചു നോക്കൂ. മക്കളറിയുന്ന, ഭാര്യ അറിയുന്നൊരവസ്ഥ ആലോചിച്ചു നോക്കൂ. എത്ര മോശമായിരിക്കും പിന്നെ ആ മക്കളുടെയും ഭാര്യയുടെയും മനസ്സിൽ ആ മനുഷ്യന്റെ സ്ഥാനം. പക്ഷേ മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആ ഭാര്യയുടെയും പ്രിയങ്കരിയായ പ്രിയതമയുടെയും മക്കളുടെയും മനസ്സിൽ പിന്നെ ഉണ്ടാകുന്ന ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവരറിയാതെ അവരുടെ പിതാവ് ചെയ്ത ആ നല്ല കാര്യങ്ങൾ ആ മക്കൾ അതിനേക്കാൾ ഉഷാറായി പിന്നീട് കൊണ്ടുപോകും. അദ്ദേഹത്തിന് ഒരു ചെറിയ കച്ചവടമാണ് ഉണ്ടായിരുന്നത്. ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ചെറിയ ലാഭം ഒരുക്കൂട്ടിയിട്ട് ആ പാവം മനുഷ്യരെ കണ്ട് അവർക്ക് എത്തിച്ചു കൊടുത്തു എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ നാട്ടിലെ ഏതോ ഒരു കുഗ്രാമത്തിൽ ഒരു പാവ ഉമ്മയുണ്ട് എന്നറിയുന്നു. അങ്ങനെ ആ ഉമ്മയുടെ അടുത്ത് നാളെ പോകണമെന്ന് തീരുമാനിക്കുന്നു. ആ ഉമ്മക്കെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഒരു സുബഹ് ആയപ്പോഴേക്ക് അദ്ദേഹം ആ ഉമ്മയുടെ വീട്ടിലെത്തി. പക്ഷെ അപ്പോഴേക്ക് അവിടെ ആ ഉമ്മക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ആരോടൊന്ന് പോയിട്ടുണ്ട്. ആരാന്ന് മനസ്സിലായില്ല. ആ ഉമ്മയെ കുളിപ്പിച്ച് വൃത്തിയാക്കി ആ ഉമ്മയെ കിടത്തിയിട്ടുണ്ട്. പിറ്റേ ദിവസം അതിലേറെ നേരത്തെ അദ്ദേഹം വന്നു. അപ്പോഴും എല്ലാം ചെയ്തു കൊടുത്ത് ആരോ പോയിട്ടുണ്ട്. എത്രയോ നേരത്തെ വന്നിട്ടുണ്ടാവും അയാൾ, ആരാന്നറിയില്ല. പിറ്റേ ദിവസം ഒരുപാട് നേരത്തെ വന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ ആൾക്ക് വേണ്ടി കാത്തിരുന്നു, ആരാണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. കുറെ സമയം കഴിഞ്ഞപ്പോൾ ഒരു നിഴല് പോലൊരു രൂപം ഇങ്ങനെ വരുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കിയിട്ടും ആളെ മനസ്സിലായില്ല. അടുത്തെത്തിയപ്പോൾ ഉമറിന് ആളെ മനസ്സിലായി. ഉമർ ആ മനുഷ്യനെ വാരിപ്പുണർന്നിട്ട് പറഞ്ഞു, അബൂബക്കർ, നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ആകുമോ എന്നതായിരുന്നു എന്റെ സംശയം. നിങ്ങളാകുമെന്ന് എനിക്ക് ഉറപ്പാണ്, അതല്ല ഇനി വേറെ ആരെങ്കിലും ആകുമോ എന്ന് മാത്രമേ എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഉമർ പറയുമ്പോ സിദ്ദീഖ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ നാടിന്റെ ഖലീഫയായിരുന്നു. ഇനിയാണ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ കൗലിന്റെ പ്രസക്തി. എന്ത്? ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത് പോലെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു സഹാബികൾ. എന്ത്? ആരായിരുന്നു ഉമർ എന്ന്, ആരായിരുന്നു സിദ്ദീഖ് എന്ന്. അതായിരുന്നു ആ ചരിത്രം. അത്ര മനോഹരമാണ് ആ ചരിത്രം. ഞാൻ സൂചിപ്പിച്ചത് അവനവന്റെ ജീവിതത്തിലേക്കുള്ള നന്മയുടെ പാടുകൾ അവശേഷിച്ച ആളുകളാണ് അവര്. ആ പുലർക്കാലത്തിന് മുമ്പ് ആ ഉമ്മയുടെ വീട്ടിലെത്തിയിട്ട് ആ പാവ ഉമ്മയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്ന് തീരുമാനിച്ച ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സായിരുന്നു അവര് നമുക്ക് വേണ്ടി ബാക്കി വെച്ചത്. നമ്മൾ കൊടുക്കുന്ന ഒരു നന്മ കൊണ്ട് ഒരു മനുഷ്യനെങ്കിലും പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ, നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്ന് കൊണ്ട് ഒരു മനുഷ്യനെങ്കിലും വേദനയില്ലാതെ കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ, നമ്മൾ വാങ്ങിക്കൊടുത്തൊരു വാട്ടർ ബെഡ് കൊണ്ട് ഒരു മനുഷ്യനെങ്കിലും പുറം പൊട്ടാതെ കിടന്നുറങ്ങുമ്പോൾ, അന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള രാത്രിയായിരിക്കും. അവനവന് വേണ്ടി ജീവിക്കുന്ന ജീവിതമല്ല ജീവിതം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതമാണ് ജീവിതം. ഒരു മനുഷ്യനെങ്കിലും നമ്മൾ കാരണമൊന്ന് പുഞ്ചിരിക്കുമ്പോൾ, ഒരു മനുഷ്യനെങ്കിലും നമ്മൾ കാരണമൊന്ന് വേദനയില്ലാതെ കിടന്നുറങ്ങുമ്പോൾ, ഒരു മനുഷ്യനെങ്കിലും നമ്മൾ കാണാതെ നമ്മുടെ സഹായം കൊണ്ട് ഒരു മനുഷ്യനെങ്കിലും ചോർന്നൊലിക്കാതെ ഒരു വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എത്ര സുന്ദരമാണ് അത്. ആലോചിച്ചു. ജിദ്ദയിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, അദ്ദേഹത്തിന് ചെറിയ വരുമാനം മാത്രമാണ്. ആ വരുമാനത്തിൽ നിന്ന് സ്വരൂപിച്ച പണം കൊണ്ട് ഒരു പാവ ഉമ്മയ്ക്കും 2 യതീം മക്കൾക്കും അദ്ദേഹം ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു. ചെറിയൊരു വീടാണ്. ആ വീട് കണ്ടിട്ടുണ്ട് ഞാൻ. ആ വീടിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വകാര്യമായിട്ട് പറഞ്ഞു, ഈ വീട്ടില് ഇവര് കയറി താമസിച്ച ദിവസം രാത്രി ഞാനും എന്റെ ഭാര്യയും ഇവർക്ക് ഫോൺ ചെയ്തു, എങ്ങനെയുണ്ട് വീട്ടിൽ താമസം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഉമ്മ എന്നോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് സ്വർഗത്തിലൊരു വീട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ട് സ്വന്തം ഭാര്യയോട് ചോദിച്ചു, ഇത്ര കാലമായിട്ട് നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഇല്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇതാണ് ഒരു മനുഷ്യന് നമ്മൾ നന്മ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതാണ് എന്ത്? അവരുടെ പ്രാർത്ഥനയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് വേണ്ടി സ്വർഗത്തിലൊരു വീട് കിട്ടാൻ അവർ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളുമായി ഒരു കുടുംബ ബന്ധമില്ലാത്ത ആളുകളാണ്. പക്ഷെ നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാ? അവരുടെ കാര്യം പോലെ അവർ നമ്മുടെ കാര്യം പറയുന്നത് എന്തുകൊണ്ടാ? നമ്മൾ കാരണമാണ് ആ മക്കൾ പുഞ്ചിരിച്ചത്, നമ്മൾ കാരണമാണ് അവർ ചോർന്നൊലിക്കാതെ കിടന്നുറങ്ങിയത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ
ശ്രദ്ധ ലഭിക്കേണ്ട എത്രയോ മനുഷ്യർ. ആ മനുഷ്യർക്ക് വേണ്ടിയാണ് നമ്മുടെ സ്വകാര്യ ജീവിതമെങ്കിൽ എത്ര മനോഹരമായിരിക്കും ആലോചിച്ചു. നമ്മുടെ സ്വകാര്യ സന്ദർഭങ്ങൾ, നമ്മുടെ ഒഴിവ് കിട്ടുന്ന സമയങ്ങൾ, നമ്മുടെ ആരോഗ്യം കൊണ്ടും അറിവ് കൊണ്ടും സമ്പത്ത് കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഇങ്ങനെ കുറെ മനുഷ്യർക്ക് സന്തോഷം നൽകാൻ നമുക്ക് കഴിഞ്ഞാൽ അത് തന്നെയാണ് ആ പറഞ്ഞത്. നമ്മുടെ സ്വകാര്യ ജീവിതത്തെയും മറ്റുള്ളവർ അറിയണമെന്ന് ആഗ്രഹിക്കാത്ത നിമിഷങ്ങളെയും കൂടുതലായി ഉണ്ടാക്കാനാണ് റസൂൽ പറയുന്നത്. സ്വകാര്യമായ അമലുകളെ വർദ്ധിപ്പിക്കാൻ പറയുന്നു. സ്വകാര്യമായുള്ള അമലുകളെ വർദ്ധിപ്പിക്കാൻ പറയുന്നു. സ്വകാര്യമായ അമലുകളാണ് നാളെ നമുക്കുള്ളത്. പരസ്യമായ അമലുകളിൽ പലതും വന്നിട്ടുണ്ടാകാം. മറ്റുള്ളവർ അറിയണം, കാണണം, അഭിനന്ദിക്കണം, പേപ്പറിൽ വരണം, പേര് വരണം, മറ്റുള്ളവർ എന്നെ കുറിച്ച് പറയണം, അങ്ങനെ പലതും കടന്നു വരാം. പക്ഷെ സ്വകാര്യമായി നമ്മൾ ചെയ്തൊരു കാര്യമുണ്ടല്ലോ, നമുക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണത്. നമുക്കറിയാം, പിന്നെ ആരാണോ അയാൾക്കും അറിയാം. ഒരുപക്ഷെ നമുക്ക് മാത്രം അറിയുന്നൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. പിന്നെ അതറിയുന്നത് നാളെയാണത്, പിന്നെ അത് വെളിപ്പെടുന്നത് നാളെയാണ്. ആ വെളിപ്പെടുന്നൊരു സന്ദർഭം ആലോചിച്ച് നോക്കൂ. അള്ളാഹു അത് പുറത്തറിയിപ്പിക്കുന്നൊരു സന്ദർഭം ആലോചിച്ച് നോക്കൂ. അപ്പൊ അതാണ് ഔസാനി റബ്ബി ബിൽ ഇഖ്ലാസി ഫിസ്സിറി വൽ അലാനിയ. നമ്മൾ മാത്രമുള്ള നമ്മുടെ സമയവും കൂട്ടത്തിലാകുന്ന സമയവും പാപങ്ങളില്ലാതെ നന്മകളോടുകൂടി ജീവിക്കുകയാണ്. വ്യക്തിത്വത്തിന്റെ ബേസ് ആണത്. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് വബിൽ ഖിസ്തി ഫിൽ ഖിന വൽ ഫഖർ. ഖിസ്തു എന്ന് പറഞ്ഞാൽ ഒരു മിതമായ ജീവിതം നയിക്കണം. ഫിൽ ഖിന വൽ ഫഖർ, നല്ലോണം പൈസ ഉണ്ടാകുമ്പോഴും പൈസ ഇല്ലാത്ത സമയത്തും. ധൂർത്തും വേണ്ട, പിശുക്കും വേണ്ട. ധൂർത്തോ പിശുക്കോ ഇല്ലാതെ ജീവിക്കണം എന്നാ പറയുന്നത്. പണം ഇല്ലാത്ത കാലത്തും വളരാനും ജീവിക്കാനും പറ്റുന്ന രീതിയിലായിരിക്കണം പണമുള്ള സമയത്ത് നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് എന്നാണ് പറഞ്ഞത്. നമുക്ക് പൈസ ഇല്ലാത്തൊരു കാലം വന്നേക്കാം, അന്നും നമ്മുടെ മക്കൾക്ക് ജീവിക്കണം. അങ്ങനെ ആയിരിക്കണം ധാരാളം പൈസ ഉണ്ടാകുന്ന സമയത്ത് ആ മക്കളെ വളർത്തേണ്ടത് എന്ന്. പിന്നെ പറയുന്നത് വളരെ വ്യാപകമായ അർത്ഥമുള്ള ഒരു വസിയത്താണ്. വബിൽ അദ്ലി ഫിർ റിള വൽ ഗളബ്. വബിൽ അദ്ൽ, നീതി കാണിക്കുക, അനീതി വരാതെ സൂക്ഷിക്കുക. എപ്പോൾ? ഫിർ റിള വൽ ഗളബ്. ഒരാളോട് ദേഷ്യമുണ്ട് എന്നുള്ളതുകൊണ്ടോ ഒരാളോട് സ്നേഹക്കൂടുതലുണ്ട് എന്നുള്ളതുകൊണ്ടോ അനീതി ചെയ്യരുത്. ഒരാളോട് സ്നേഹമുണ്ട് എന്നതുകൊണ്ടോ ഒരാളോട് ദേഷ്യമുണ്ട് എന്നുള്ളതുകൊണ്ടോ അനീതി ചെയ്യരുത്. ഒരാൾക്ക് കുറച്ചു കൊടുക്കുന്നതും അനീതിയാണ്, വേറൊരാൾക്ക് കൂടുതൽ കൊടുക്കുന്നതും അനീതിയാണ്. രണ്ടും അനീതിയാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു നോക്കൂ, നമ്മുടെ തൊഴിലിടങ്ങളിലേക്ക് വന്നു നോക്കൂ, നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു നോക്കൂ, നമ്മുടെ കച്ചവട പീടികയിലേക്ക് വന്നു നോക്കൂ, സംഘടനയിലേക്ക് വന്നു നോക്കൂ, എവിടെയും ഇതിന് വളരെ പ്രസക്തിയുണ്ട്. നമ്മുടെ വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങൾ, ഒരാൾ നന്നായിട്ട് പഠിക്കുന്നു, ഒരാൾ പഠിക്കാൻ വളരെ മോശമാണ്. പഠിക്കുന്ന കുട്ടിയെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയുന്നു, അധ്യാപകർ നല്ലത് പറയുന്നു, അവന് സമ്മാനങ്ങൾ കിട്ടുന്നു, സമ്മാനങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ ഷോക്കേസിൽ വെക്കുന്നു, അവനെക്കുറിച്ച് എല്ലാവർക്കും അഭിപ്രായമാണ്. വൈകുന്നേരം രണ്ട് കുട്ടികളും പഠിക്കാൻ വേണ്ടിയിരിക്കുന്നു. പഠിക്കുന്ന കുട്ടിയും പഠിക്കാൻ താല്പര്യമുള്ളൊരു കുട്ടിയും അവനോടൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അവനെല്ലാം ചെയ്യും, അവന്റെ കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. പക്ഷെ പഠിക്കാത്ത കുട്ടിയുണ്ട്, അവനവിടെ വന്ന് ഇരുന്നിട്ടുണ്ടാവും, ഇരിക്കാൻ തന്നെ അവനോട് ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ടാവും, അവൻ തീരെ താല്പര്യമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. ഈ രണ്ട് കുട്ടികളുടെ അടുത്തേക്ക് ഉമ്മ വരുന്നൊരു രംഗം ആലോചിച്ച് നോക്കൂ. ഉമ്മ ഈ രണ്ട് കുട്ടികളെയും പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന സന്ദർഭം, ആ ഉമ്മയോട് റസൂലുള്ള പറയുകയാണ് വബിൽ അദ്ലി ഫിർ റിള വൽ ഗളബ്. അവിടെയാണ് അതിന്റെ പ്രസക്തി. ആ ഉമ്മയോടാണ് അപ്പ അള്ളാഹുവിന്റെ വസിയത്ത് റസൂലുള്ള നമുക്ക് പറഞ്ഞു തരുന്നു. വബിൽ അദ്ൽ, നീതി വേണം, ഫിർ റിള വൽ ഗളബ്. ഒരാളോട് ദേഷ്യമുണ്ടെന്നുള്ളതുകൊണ്ടോ ഒരാളോട് സ്നേഹക്കൂടുതൽ ഉണ്ട് എന്നതുകൊണ്ടോ നീതിയല്ലാതെ ഒന്നും ചെയ്യരുത്. അമേരിക്കയിലെ വെസ്റ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള എല്ലാ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ടൊരു കുട്ടിയുണ്ടായിരുന്നു. എല്ലാ സ്കൂളിൽ നിന്നും അവനെ പുറത്താക്കും. കാരണം അവൻ പഠിക്കൂല എന്ന് മാത്രമല്ല, ഒരു കുട്ടിയെ അവൻ പഠിക്കാൻ സമ്മതിക്കില്ല. അത്ര കുരുത്തക്കേടുള്ള ഒരു കുട്ടിയായിരുന്നു. ഒരിക്കലും ടീച്ചർ അവന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു വെച്ചു, അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് അവൻ ആ കത്ത് കൊടുത്തു. കത്ത് തുറന്ന് വായിച്ചപ്പോ അമ്മയോട് ടീച്ചർ പറയണത് ഇവനെ മേലാൽ സ്കൂളിലേക്ക് പറഞ്ഞയക്കരുത് എന്നാണ്. ഇവനെ സ്കൂളിലേക്ക് വിടരുത്, ഇവൻ പഠിക്കൂല, അവിടെയുള്ള കുട്ടികളൊക്കെ അവന് പഠിക്കാൻ സമ്മതിക്കൂല, അതുകൊണ്ട് ഇവനെ വിടരുത്. അമ്മയ്ക്ക് ദേഷ്യമായി, ഇവനെ അടിച്ചു, സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വരുന്നവരോടൊക്കെ അമ്മ പറയും ഇവനൊന്നിനും കൊള്ളൂല എന്ന് പറയും. ആ അമ്മ ഇവന്റെ എല്ലാ കോൺഫിഡൻസിനെയും ഇല്ലാതാക്കി. പിന്നെ ഇവർ യാദൃച്ഛികമായി ഏതോ ഒരു ആളെ കാണുന്നു, അയാളുടെ കടയിലേക്ക് അവന് ജോലിക്ക് വേണ്ടി പോകുന്നു.
അയാൾ അവന്റെ ഉള്ളിലെ കഴിവിനെ തിരിച്ചറിയുന്നു, അവന് പ്രോത്സാഹനം നൽകുന്നു. അമ്മയിൽ നിന്ന് കിട്ടാത്തത് ഇയാളിൽ നിന്നാണ് അവന് കിട്ടുന്നത്. അവൻ പിന്നെ ആരായിന്നറിയോ? 1018 കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആൽവ എഡിസൺ ആയി മാറി. ഇവിടെ ഒരു ബൾബ് കത്തുന്നില്ല CFL. ഇത് ആര് കണ്ടുപിടിച്ചതാ? അള്ളാഹുവിന്റെ സമ്മാനമാണ്. പക്ഷേ മനുഷ്യരിൽ ഒരാൾ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അയാളുടെ പേരാണ് തോമസ് ആൽവ എഡിസൺ. 1, 2, 3, 100 1018 കണ്ടുപിടുത്തങ്ങളാണ് ആ മനുഷ്യൻ നടത്തിയത്. അപ്പൊ ഒരാളുടെ കോൺഫിഡൻസിനെ തകർക്കുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അവിടെയാണ് ഈ വസിയത്തിന് പ്രസക്തി. ഈ ഉമ്മ ഈ 2 കുട്ടികളുടെ അടുത്തേക്കും വരുന്നു. ഉമ്മയുടെ പെരുമാറ്റം എങ്ങനെയാണോ അതിനനുസരിച്ചുണ്ടാവും. ആ പഠിക്കാത്ത കുട്ടിയോട് ദേഷ്യപ്പെടുകയും അവനോട് ചൂടാവുകയും അവനെ അടിക്കുകയും പഠിക്കാത്തതിന്റെ പേരിൽ വഴക്ക് പറയുകയും ടീച്ചർ അത് പറഞ്ഞു, മാഷ് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് അവനെ ആവർത്തിച്ച് ഉപദ്രവിക്കുകയും ഒക്കെയാണ് എങ്കിൽ അവനൊരിക്കലും നന്നാവാനുള്ള സാധ്യത ഉണ്ടാവില്ല. എന്നാൽ അവനെ ചേർത്തിരുത്തി, അവന് ചുംബനങ്ങൾ നൽകി, അവന്റെ തോളിൽ കൈയിട്ട് വളരെ സ്നേഹത്തോടുകൂടി അവനോട് ഉപദേശിക്കുകയാണെങ്കിൽ, അവന് പ്രോത്സാഹനങ്ങൾ നൽകുകയാണെങ്കിൽ, നീ പഠിച്ചാൽ നിനക്ക് ഇക്കാക്കനെ പോലെ ആകാൻ കഴിയും, ഇക്കാക്കനേക്കാളാകാൻ കഴിയും, ടീച്ചർമാർക്കും മാഷന്മാർക്കും ഒക്കെ നിന്നെക്കുറിച്ച് നല്ലതാണ് പറയാനുണ്ടാവുക എന്നൊക്കെ ഉപദേശങ്ങളും സന്തോഷവും സ്നേഹവുമാണ് അവന് കൊടുക്കണതെങ്കിൽ അവനൊരു പക്ഷെ പഠിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരിക്കാം. എങ്കിലും അവൻ നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനായി മാറും. ആ ഉമ്മയോടും ആ ഉപ്പയോടും എന്നും ആ കൂറും കടപ്പാടും അവന് ബാക്കിയുണ്ടാവും. അപ്പോൾ ഇതാണ് നീതി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ഉണ്ടാകേണ്ടതാണ് എന്ന് അർത്ഥം. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളാണ് അല്ലെങ്കിൽ ഉപദേശങ്ങളാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അടുത്ത ഭാഗം വളരെ പ്രധാനമാണ്. നമ്മുടെ സാമൂഹിക ജീവിതവുമായി, നമ്മുടെ വ്യക്തിത്വത്തിന്റെ സാമൂഹിക ഇടപെടലുമായി ബന്ധപ്പെട്ട 3 വസിയത്താണ്. ഞാനത് വേഗത്തിൽ പറയാം, എങ്കിലും ചില ഭാഗങ്ങൾ വളരെ ആഴത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട്. കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാം. സാമൂഹിക ജീവിതമാണ് ഈ അടുത്ത 3 വളരെ പ്രധാനം. ഒന്നാമത്തെ 3 എന്താണ്? 1, സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും തെറ്റുകുറ്റങ്ങളില്ലാതെ ജീവിക്കുക. രണ്ടാമത്തത് മിതമായി ജീവിക്കുക, എന്താണ്, പിശുക്കോ ധൂർത്തോ ഇല്ലാതെ ജീവിക്കുക. മൂന്നാമത്തത് നീതിയോടുകൂടി ജീവിക്കുക, നീതി പുലർത്തുക. അടുത്തത് ഇതാണ്, വാൻ ആഴ്ഫുവ അമ്മൽ വലമനി, വാൻ ആഴ്ഫുവ അമ്മൽ വലമനി, ആക്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കുക എന്നത്. നമ്മളെ വേദനിപ്പിച്ചവർക്ക് മാപ്പ് കൊടുക്കുക, നമ്മളെ കരയിപ്പിച്ചവരുണ്ട് അവർക്ക് മാപ്പ് കൊടുക്കുക. വിട്ടുവീഴ്ചയേക്കാൾ വലിയ ഒരു സമ്മാനമില്ല, സ്നേഹത്തെക്കാൾ വലിയൊരു പ്രതികാരമില്ല എന്നാണ് റസൂലുള്ളാഹി ജീവിതം കൊണ്ട് പറഞ്ഞു തന്നത്. ഏറ്റവും വലിയ കഠിന ശത്രുക്കളോട് പോലും റസൂലുള്ളാഹിയുടെ പെരുമാറ്റം കാഠിന്യത്തോടു കൂടിയായിരുന്നില്ല, സ്നേഹത്തോടു കൂടിയായിരുന്നു. മാപ്പ് കൊടുക്കലാണ് റസൂലുള്ളാഹിയുടെ ജീവിതത്തിന്റെ ഏറ്റവും സവിശേഷമായ ഭാഗം സ്നേഹമാണ്, മാപ്പ് കൊടുക്കലായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, മക്ക വിജയത്തിന്റെ ദിവസം ഒരാൾ റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നു. വൃദ്ധനായ ഒരാളാണ്, നരച്ച താടിയും നരച്ച മീശയും വളരെ നരച്ച തലമുടിയൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹം വന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി, താങ്കള് എല്ലാവർക്കും മാപ്പ് കൊടുക്കുമോ ഈ ദിവസം എന്ന് ചോദിച്ചു. എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുമോ, മാപ്പ് കൊടുക്കുമോ? റസൂലുള്ളാഹി പറഞ്ഞു, മാപ്പ് കൊടുക്കും. മുസ്ലിം ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ റസൂലുള്ളാഹി എന്നാണ് വിളിച്ചത്. എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നു. എല്ലാവർക്കും മാപ്പ് കൊടുക്കും. ആ, എല്ലാവർക്കും മാപ്പ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ താങ്കൾക്കെതിരെ കവിത എഴുതി നടന്ന ഒരാളില്ലേ, വളരെ മോശമായ കവിതകളുമായിട്ട് താങ്കൾ ആക്രമിച്ച ഒരാളില്ലേ, കഅബ് ബിൻ സുഹൈർ, അവന് മാപ്പ് കൊടുക്കുമോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി ആലോചിച്ചിട്ട് പറഞ്ഞു, മാപ്പ് കൊടുക്കും. കഅബ് എനിക്കെതിരെ കവിത എഴുതിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് ശരിയാ, പക്ഷെ ഞാൻ അവന് മാപ്പ് കൊടുക്കും. മാപ്പ് കൊടുക്കോ റസൂലേ? മാപ്പ് കൊടുക്കും. മാപ്പ് കൊടുക്കും എന്നുള്ളത് ഉറപ്പല്ലേ റസൂലേ? റസൂലുള്ളാഹി ആവർത്തിച്ചു പറഞ്ഞു, കൊടുക്കും, മാപ്പ് കൊടുക്കും. ഇദ്ദേഹം സന്തോഷത്തോടു കൂടി ഒരു തുള്ളിച്ചാടലായിരുന്നു. എന്നിട്ട് തലമുടി ഇങ്ങനെ അഴിച്ചു, താടി അഴിച്ചു, മീശയും അഴിച്ചു. ആരായിരുന്നു അത്? കഅബ് ബിൻ സുഹൈർ ആയിരുന്നു. പ്രച്ഛന്ന വേഷത്തിൽ അദ്ദേഹം റസൂലുള്ളാഹിയുടെ മുന്നിലെത്തിയതാണ്. റസൂലുള്ളാഹി ആശ്ചര്യത്തോടുകൂടി ചിരിച്ചുപോയി എന്നാണ്. റസൂലുള്ളാഹി അദ്ദേഹത്തെ വാരിപ്പുണർന്നിട്ട് പറഞ്ഞു, എന്തിനാണ് കഅബേ ഇങ്ങനെ വേഷം കെട്ടിയൊക്കെ വന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആളുകളൊക്കെ പേടിയാണ്, അവരൊക്കെ എന്നോട് എങ്ങനെയാണ് പെരുമാറുമെന്ന് അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ വേഷം മാറി വന്നത്. റസൂലുള്ളാഹി അപ്പൊ കഅബിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താ ആവശ്യപ്പെട്ടതെന്നറിയോ? റസൂലുള്ളാഹി പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹിക്കെതിരെ ഒരുപാട് പാട്ടുപാടിയ ആളാണ്. അപ്പൊ ഇപ്പൊ അദ്ദേഹം പാടേണ്ട ഏത് പാട്ടാണ്? റസൂലുള്ളാഹിയെ പുകഴ്ത്തിയിട്ടുള്ള ഒരു പാട്ടാണ്. ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് പോലെയുള്ള ഒരു പാട്ടാണ്, റസൂലുള്ളാഹിയെ പുകഴ്ത്തുന്ന ഒരു പാട്ടാണ്. പക്ഷേ അത് ഇഷ്ടമുള്ള ആളല്ല മുന്നിൽ നിൽക്കുന്നത് എന്ന് കഅബിനറിയാം. പിന്നെ കഅബ് പാടിയത് എന്താണെന്നറിയോ?
റസൂലുള്ള പാടാൻ പറഞ്ഞപ്പോൾ കഅബ് ഒരു പാട്ടുപാടി. കഅബ് പാടിയത് ഒരു പ്രണയഗാനമായിരുന്നു. ഒരു സിനിമാ പാട്ട് പോലെ ഒരു പാട്ടായിരുന്നു, ഒരു പ്രണയഗാനമായിരുന്നു. അറബി ഭാഷയിൽ വളരെ പ്രസിദ്ധമായ ബാനത്ത് സുആദ് എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. സുആദ് എന്നൊരു പെണ്ണിന്റെ വേർപാടിൽ മനംനൊന്ത് എഴുതിയ ഒരു കവിതയാണത്, ഒരു ഗസലാണത്. ആ ഗസലാണ് ആര് പാടുന്നത്? കഅബ് പാടുന്നത്. റസൂൽ എന്താ പറഞ്ഞത്? ഇതൊന്നും ഇവിടെ പാടണ്ടെന്നല്ല പറഞ്ഞത്. റസൂലുള്ളാഹിയുടെ ഒരു മേൽപ്പുതപ്പുണ്ട്, ഒരു ഷാള്. ആ ഷാൾ എടുത്തിട്ട് കഅബിന് സമ്മാനമായി കൊടുത്തു. അതാണ് കാരുണ്യത്തിന്റെ മഹാഗുരു എന്നത്. സർഗധന്യമായ ഒരു ആയുഷ്കാലമാണ് ഹബീബായ റസൂലുള്ളാഹിയുടെ ജീവിതം നിറഞ്ഞത്. എത്ര മനോഹരമാണ് ആ ഒരു ആവിഷ്കാരം എന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളല്ല എന്ന് ശത്രുക്കൾ പറഞ്ഞു. ഖുർആൻ എന്താ അവരോട് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ആ പറഞ്ഞവന്റെ നാവറുത്ത് കൊണ്ടുവരൂ എന്നല്ല പറഞ്ഞത്. ആരാണത് പറഞ്ഞത്? അവന്റെ തലവെട്ടി കൊണ്ടുവരൂ എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഇത് അള്ളാഹുവിന്റെ വചനങ്ങളല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി വദ്ഉ ശുഹദാഅക്കും, ഇതുപോലെ ഒന്ന് നിങ്ങൾ കൊണ്ടുവരുമെന്ന്. ഒന്ന് മുഴുവനും വേണ്ട, ഒരു വചനം കൊണ്ടുവരുമെന്ന്. ഇത് അള്ളാഹുവിൻ്റെതല്ല എന്നല്ല നിങ്ങൾ പറയുന്നത്. എങ്കിൽ ഇതുപോലൊരു വചനം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ചോദിക്കുന്ന ആ സർഗാത്മകമായ വെല്ലുവിളി എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹിക്കെതിരെ ഒരു നോട്ടീസ് ഇറക്കി എന്ന് പറഞ്ഞപ്പോഴേക്ക് ഒരു മനുഷ്യന്റെ കൈവെട്ടാൻ പോയ ആളുകൾ കേൾക്കണം ഇത്. എന്ത്? അതേ പേന കൊണ്ട് ആ മനുഷ്യനെ കൊണ്ട് എഴുതിക്കണം. എന്ത്? ആരായിരുന്നു റസൂൽ? ആ റസൂൽ ആരാണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ചുമതലയാണ് നമുക്കുള്ളത്. അതുപോലും നഷ്ടപ്പെടുത്തി കൈവെട്ടാൻ പോയ ആളുകൾ ആ ഒരു അവസരം പോലും കളഞ്ഞുപോയി അല്ലേ? ഇതാണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന് പറഞ്ഞ. കഅബ് ബിൻ ഉമയ്യ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിയങ്കരനായ ഒരു സുഹൃത്ത് ആമിർ ബിൻ വഹബ്. രണ്ടാളുകൾ നല്ല സുഹൃത്തുക്കളാ. പക്ഷേ ആമിർ മുസ്ലിമായി, ഈ ഉമയ്യ മുസ്ലിമായില്ല. മക്കാ വിജയത്തിന്റെ ദിവസം ഇദ്ദേഹം നാടുവിട്ടുപോയി. റസൂലുള്ളാഹിനെ പേടിച്ചിട്ട്, കൊന്നുകളയുമെന്ന് പേടിച്ചിട്ട്. അങ്ങനെ അദ്ദേഹം നാടുവിട്ടു പോയി എന്ന് മറ്റേ സുഹൃത്ത് റസൂലുള്ളാഹിയോട് വന്നിട്ട് പറയാം. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അവനോട് വിളിച്ചോണ്ട് വാ, അവനെ ഞാനൊന്നും ചെയ്യൂല, അങ്ങോട്ട് വിളിച്ചോണ്ട് വാന്ന്. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. കാരണം സുഹൃത്താണല്ലോ, റസൂലുള്ളാഹി മാപ്പ് കൊടുത്താല് അദ്ദേഹത്തിന് പിന്നെയും ഇവിടെ തന്നെ ജീവിക്കാലോ എന്ന. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പക്ഷെ ഞാൻ വിളിച്ചാൽ അവൻ വരില്ല. റസൂലുള്ളാഹിയാണ് വിളിച്ചത് എന്ന് തെളിയിക്കുന്ന ഒരു അടയാളം വേണ്ടേ? അപ്പൊ റസൂലുള്ളാഹിയുടെ ആ മേൽപ്പുതപ്പ് ഇങ്ങനെ അഴിച്ചു കൊടുത്തു. ഇത് കാണിച്ചു കൊടുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞതാന്ന് അവന് വിശ്വാസമാവുമല്ലോ. അങ്ങനെ അദ്ദേഹം ഓടിപ്പോയി. ഒരു കടപ്പുറത്ത് വെച്ചാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത് എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ റസൂലുള്ളാഹിയുടെ പുതപ്പ് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് വിശ്വാസമായി. അദ്ദേഹം റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നു. റസൂലുള്ളാഹി അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു, കെട്ടിപ്പുണർന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദേ, പക്ഷെ ഒരു കാര്യമുണ്ട്, മുസ്ലിം ആകണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. എനിക്കൊന്ന് പഠിക്കണം. ഇത് പഠിച്ചിട്ടേ ഞാൻ മുസ്ലിം ആകുള്ളൂ. എനിക്ക് ഒരു മാസത്തെ അവധി വേണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി എന്താ പറഞ്ഞതെന്നറിയോ? റസൂലുള്ളാഹിയുടെ ഭരണത്തിലാണ് ആ നാടുള്ളത്. റസൂലുള്ളാഹി കൽപ്പിക്കുന്നത് അനുസരിക്കാൻ തയ്യാറാണ് ആ മനുഷ്യൻ. പക്ഷേ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണെന്നറിയോ? 1 മാസമല്ല, 5 മാസം തരുന്നു. നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, ഇത് നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾ സ്വീകരിക്കുക. ഫമൻ ശാഅ ഫല്യുമിൻ വമൻ ശാഅ ഫല്യക്ഫുർ. എന്തിനാണ് നിർബന്ധത്തിൽ വഴക്കിന്റെ ഭാഷയിൽ ഇതിലേക്ക് കൊണ്ടുവരുന്നത്? റസൂലുള്ളാഹി 5 മാസം കൊടുത്തു എന്ന. ഇതാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം? ആരായിരുന്നു അദ്ദേഹം? അദ്ദേഹത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഹംസ എന്നല്ല, ഹംസത്തുൽ ഖറാർ എന്ന്. അടിപതറാത്ത ഹംസ എന്നാണ്. 10,000-കണക്കിന് ശത്രു സംഘങ്ങൾ ഒന്നൊന്നായി ചീറിപ്പാഞ്ഞു വന്നാലും ഹംസ പതറൂല. അത്രയധികം വലിയ ആർജവത്തിന്റെ ശബ്ദമായിരുന്നു ഹംസ. ആ ഹംസ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ വലങ്കയ്യായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹംസ ഹംസ എന്ന് ഞാൻ പറയുമ്പോ നിങ്ങളുടെ ഓർമ്മയിൽ അതിങ്ങനെ വരും, റളിയല്ലാഹു അൻഹു എന്ന്. അതാണ് ആ പേര്, ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മൾ പറഞ്ഞു പോവും റളിയല്ലാഹു അൻഹു. ശരി, അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞതാരാണ്? ഉഹദ് യുദ്ധത്തിൽ വെച്ച് വിഷം പുരട്ടിയ അമ്പുകൊണ്ട് അദ്ദേഹത്തിന് നേരെ അമ്പ ചെയ്തിട്ട് വധിച്ചു കളഞ്ഞ, അദ്ദേഹത്തിന്റെ ഷഹാദത്തിന് കാരണക്കാരനായ ഒരു അടിമയായൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് വഹിഷി എന്നാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ വഹിഷിയെ? വഹിഷി ഒരു കാപ്പിരിയായിരുന്നു. വഹിഷി വിഷം പുരട്ടി അമ്പുകൊണ്ടാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളഞ്ഞത് ഉഹദ് യുദ്ധത്തിൽ വെച്ചിട്ട്. ആ വഹിഷിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വഹിഷിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്?
നമ്മൾ പറയേണ്ടത് എന്താണോ പറയുന്നത് എന്താണ്? പറയുന്നത് റളിയല്ലാഹു അൻഹു എന്നാണ്, അല്ലേ? ഹംസ റളിയല്ലാഹുവിനെ വധിച്ചു കളഞ്ഞ ഒരാളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് റളിയല്ലാഹു അൻഹു എന്നാണ്. വഹിഷിക്ക് വേണ്ടി ചെയ്തതല്ല ഇത്, വഹിഷിയുടെ യജമാനത്തിക്ക് വേണ്ടി ചെയ്തതാണ്. വലിയ സമ്മാനങ്ങൾ തരാം, അടിമത്തത്തിൽ നിന്ന് മോചനം തരാം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടതാണ്. ആ യജമാനത്തിയുടെ പേര് എന്തായിരുന്നു? ഹിന്ദ് എന്നായിരുന്നു. ശരി, ആ ഹിന്ദ് ഹംസ റളിയല്ലാഹുവിനെ വധിച്ചു കളയാൻ കാരണക്കാരിയായി എന്ന് മാത്രമല്ല, പിന്നീട് യുദ്ധക്കളത്തിലേക്ക് വന്ന് ഹംസ റളിയല്ലാഹുവിന്റെ നെഞ്ച് പിളർത്തിയിട്ട് കരള് കോരിയെടുത്ത് കടിച്ചു തുപ്പി എന്നാണ് ചരിത്രം പറയുന്നത്. ആ ഹിന്ദിന്റെ പേര് കേൾക്കുമ്പോ നമ്മൾ എന്താണ് പറയുന്നത്? എന്താ പറയുന്നത്? റളിയല്ലാഹു അൻഹാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ഹിന്ദിന് ഇതിനുള്ള എല്ലാ ഒത്താശയും നൽകിയ വേറൊരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഖാലിദ് ബിൻ വലീദ് എന്ന്. ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? റളിയല്ലാഹു അൻഹു. എന്താ ഇവിടെ സംഭവിച്ചത്? മാപ്പ് കൊടുത്തു, അതാണ് സംഭവിച്ചത്, അല്ലേ? ശത്രുക്കളെ മുഴുവനും കൊന്നുകളയലാണ് ഇസ്ലാമിന്റെ നിലപാടെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ വിശ്വാസിയായ ഒരു വഹിഷി ഉണ്ടാകൂല. മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ് എങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിമയായ ഒരു ഹിന്ദു ഉണ്ടാവുകയില്ല. ഹദീസ് പോലെ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി വനിതയായി ഹിന്ദിന് മാറാൻ കഴിയൂല. ഒരു ഖാലിദ് ബിൻ വലീദ് ഉണ്ടാകൂല. മാപ്പ് കൊടുത്തത് കൊണ്ടാണ് ഉണ്ടായത്. ഹിന്ദു ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിന്ദിനോട് പറയുന്നുണ്ട്, ഹിന്ദേ, നിങ്ങൾ എന്റെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മുഖം മൂടണം കേട്ടോ. മുഖം മൂടാതെയാണ് റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് ഹിന്ദു വന്നത്. ഹിന്ദിനോട് പ്രത്യേകമായി റസൂലുള്ളാഹി പറയാണ്, നിങ്ങളുടെ മുഖം നിങ്ങൾ മൂടണം കേട്ടോ. എന്തിന്? നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കെന്റെ ഹംസയെ ഓർമ്മ വരും എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അത്രയേറെ റസൂലുള്ളാഹിയെ സങ്കടപ്പെടുത്തിയ മരണമായിരുന്നു, ഷഹാദത്തായിരുന്നു ഹംസ റളിയല്ലാഹുവിന്റെ ഷഹാദത്ത്. റസൂലുള്ളാഹി ഒരാളോട് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്റെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ മുഖം മറക്കണം എന്ന് ഹിന്ദിനോട് പറയുന്നത് ഒരു മതനിയമമായിട്ടല്ല, പിന്നെയോ നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കെന്റെ ഹംസയെ ഓർമ്മ വരുന്നു. അത്രയേറെ സങ്കടമായിരുന്നു റസൂലുള്ളാഹിക്ക്. എന്നിട്ടും മാപ്പ് കൊടുത്തില്ലേ? എന്നിട്ട് റസൂലുള്ളാഹി മാപ്പ് കൊടുത്തില്ലേ? അതാണ് നമ്മള് മറ്റുള്ളവർ കാരണം നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ടാവും. നമ്മളെ കുറിച്ച് ചില ആളുകൾ ചിലത് പറഞ്ഞിട്ടുണ്ടാവും, നമുക്കറിയാം ആരാണ് പറഞ്ഞതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ കാരണം അവർക്കെതിരെ ഒരു വാക്ക് പറയരുത് എന്നാണ് ആ പറഞ്ഞത്. നമ്മളെ പറ്റി പലതും പല ആളുകളും പറഞ്ഞിട്ടുണ്ടാവാം, നമുക്കറിയാം ആരാണ് പറഞ്ഞതെന്നൊക്കെ അറിയാം. പക്ഷെ നമ്മൾ കാരണം അവരെ കുറിച്ചൊരു കാര്യം പറയരുത്. നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മളെ പറ്റിച്ചു, നമുക്കറിയാം ആരാണ് പറ്റിച്ചതെന്നൊക്കെ അറിയാം. പക്ഷെ നമ്മൾ കാരണം അവർ പറ്റിക്കപ്പെടരുത്. ചെറിയ കാര്യമല്ലത്. നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ കാരണം അവർ പറ്റിക്കപ്പെടരുത്. അടുത്ത വസിയത്ത് എന്താണെന്നറിയോ? അതാണ് നമ്മൾക്ക് കിട്ടേണ്ട ഒരു സംഗതി ഒരാൾ ഇടയിൽ കയറിയിട്ട് തടഞ്ഞു. പാര വെക്കുകയെന്നറിയില്ല നമ്മള്. നമുക്ക് കിട്ടേണ്ട ഒരു സംഗതിയിൽ ഒരാൾ പാര വെച്ചു. നമ്മൾ പറയും എനിക്കൊരവസരം ഉണ്ടാവട്ടെ എന്നത്. എനിക്കൊരവസരം ഉണ്ടാവട്ടെ, ഞാൻ കാണിച്ചു തരാം. റസൂലുള്ളാഹി പറയുന്നത് കാണിച്ചു കൊടുക്കണം എന്നാണ്. ഒരവസരം കിട്ടുമ്പോൾ അയാൾക്ക് കാണിച്ചു കൊടുക്കണം. എന്ത് കാണിച്ചു കൊടുക്കണം? അയാൾക്ക് കൊടുക്കേണ്ട സംഗതി കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. നമുക്ക് കിട്ടേണ്ട ഒരു സംഗതി അയാൾ തടഞ്ഞു, പക്ഷെ അയാൾക്ക് കിട്ടേണ്ട ഒരു സംഗതി പിന്നീട് നമ്മുടെ കയ്യിൽ വന്നു. എന്ത് ചെയ്യണം? മറുപടി കൊടുക്കണം. എങ്ങനെ മറുപടി കൊടുക്കണം? അയാളുടെ കയ്യിൽ കൊണ്ടുപോയി അത് കൊടുക്കണം. അതാണ് അതിനുള്ള മറുപടി. അതാണ് അതിനുള്ള മറുപടി. നമ്മളോട് പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടാവും, മിണ്ടാതെ നിൽക്കുന്ന ആളുകളുണ്ടാവും. ആ ആളുകളോട് അങ്ങോട്ട് പോയിട്ട് ബന്ധം ചേർക്കണം. ആക്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കണം. തെറ്റൊക്കെ ആരുടെ അടുത്തും പറ്റാം, അവർക്ക് മാപ്പ് കൊടുക്കണം. ബന്ധങ്ങൾ ചേർക്കണം. ജീവിതത്തിൽ ആരാലെങ്കിലും ഏതെങ്കിലും തരത്തിൽ പറ്റിക്കപ്പെടുകയോ ചതിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണം അവർ പറ്റിക്കപ്പെടാതെയും ചതിക്കപ്പെടാതെയും സൂക്ഷിക്കണം. കുടുംബജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കൂ. ഇതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമുണ്ട്. മധുരമുള്ളതെല്ലാം റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മധുരമുള്ള പായസം. ആ സമയത്താണ് ഒരു പെൺകുട്ടിയാണ് വന്നത്, സലാം പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും. നോക്കിയപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്. റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് മോളെ?
ആ കുട്ടി പറഞ്ഞു, ഇത് സൗദാ ഉമ്മ തന്നതാണ്, പായസമാണ്. റസൂലുള്ളാഹിക്ക് തരാൻ വേണ്ടിയിട്ട് വേറൊരു ഭാര്യയായ സൗദാ ബീവി ഈ കുട്ടിയുടെ അടുത്ത് കൊടുത്തയച്ചതാണ്. റസൂലുള്ളാഹി സന്തോഷത്തോടു കൂടി അത് വാങ്ങി വെച്ചു. അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇതെന്താണ് മോളെ എന്ന് ചോദിച്ചു. ഇതെന്താ റസൂലേ? അത് പായസമാണ് ആയിഷ, സൗദ കൊടുത്തയച്ചതാണ്. ഇത് കേട്ടപാട് ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്നുണ്ടായ ദേഷ്യം കൊണ്ട് അവർ തട്ടിക്കളഞ്ഞു എന്ന്. ആ പായസമാണല്ലോ അവരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിന് ഇഷ്ടപ്പെട്ടൊരു വിഭവം വളരെ സന്തോഷത്തോടു കൂടി ഏതൊരു ഭാര്യയെയും പോലെ ആ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പായസം കയറി വന്നത്. പെട്ടെന്ന് തട്ടിക്കളഞ്ഞ് പായസം ചിന്തിപ്പോയി എന്നതല്ല ഇവിടുത്തെ വിഷയം. ആ പെൺകുട്ടിയുടെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വഷളായി പോയിട്ടുണ്ടാവും ആലോചിച്ചു നോക്കൂ. നമ്മളാണെങ്കിൽ എത്ര വഷളായി പോവും. പക്ഷേ റസൂലുള്ളാഹി എന്താണ് അപ്പൊ ചെയ്തതെന്നറിയോ? കുനിഞ്ഞിരുന്നിട്ട് ആ പായസം കൈകൊണ്ട് തുടച്ചിട്ട് പാത്രത്തിലേക്ക് കോരി ഒഴിക്കുന്നതിനിടയിൽ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് പറഞ്ഞു, മോളെ, നിങ്ങളുടെ ഉമ്മക്ക് ഇന്ന് എന്തോ ഒരു ദേഷ്യം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ, എപ്പോഴൊന്നും ഇങ്ങനല്ല, മോളൊന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞുപോയി എന്നാണ്. 14 നൂറ്റാണ്ടുകളുടെ ശേഷവും നമ്മൾ ആ ചരിത്രം പറയുന്നത് എന്തുകൊണ്ടാണ്? അതിലൊരു മാതൃക ഉണ്ടായതുകൊണ്ടാണ്, അല്ലേ? മാപ്പ് കൊടുക്കുകയാണ് റസൂലുള്ളാഹി. ഒരു കഥ വായിച്ചത് ഓർക്കുകയാണ്. ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഒരാളിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു മരുന്നിന്റെ കുപ്പി ഇങ്ങനെ തുറന്നെടുക്കുന്നത് കണ്ടത്. അപ്പൊ അതിന്റെ അടപ്പ് എവിടെ ഒന്നും കണ്ടില്ല, ചെറിയ കുട്ടി ഉണ്ട് അതിൽ നടക്കുന്നത്. അപ്പൊ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, എടി ഇതൊന്ന് അടച്ചു വെക്കണം, നമ്മുടെ കുട്ടി ഇതിലൂടെ നടക്കുന്നുണ്ട്, കുട്ടി എടുത്ത് കഴിക്കുമെന്ന്. ഭാര്യ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ അടച്ചു വെച്ചോളാം, നിങ്ങൾ പോയിക്കോളൂ പറഞ്ഞു. അദ്ദേഹം ഓഫീസിലേക്ക് ഓടിപ്പോയി. ഭാര്യ അടുക്കളയിലെ തിരക്കിനിടയിൽ അത് മറന്നുപോയി. കുറെ സമയം കഴിഞ്ഞിട്ട് കുട്ടിയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ചെന്ന് നോക്കുമ്പോൾ മരുന്നിന്റെ കുപ്പി വീണ് കിടക്കുന്നുണ്ട്, കുട്ടി ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. എടുത്ത് ഓടുന്നു ആശുപത്രിയിലേക്ക്, എല്ലാവരും ഓടിക്കൂടുന്നു. വളരെ ക്രിട്ടിക്കലായ സമയത്ത് ICUവിൽ കിടക്കുന്ന കുട്ടിയെ കാണാനാണ് പിന്നെ ഓഫീസിൽ നിന്ന് ആ വാപ്പ ആശുപത്രിയിലേക്ക് ഓടി വരുന്നത്. ICUവിലേക്ക് കയറിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ കൊഞ്ചിക്കുഴഞ്ഞ് ഉമ്മ കൊടുത്ത ആ പിഞ്ചു കുഞ്ഞിന്റെ മൃതശരീരം ഉണ്ടായിരുന്നു വാപ്പാന്റെ കയ്യിൽ. ആ ഉമ്മ ഇതുവരെയും കരഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്നറിയോ? പേടിയുണ്ട്. ഇനി എന്തായിരിക്കും ആ വാപ്പന്റെ പ്രതികരണം എന്നറിയാൻ കഴിയാതെ വികാരങ്ങളില്ലാതെ നിർവികാരയായി ഇങ്ങനെ ഇരിക്കുകയാണ് ആ സ്ത്രീ. ഒന്നും ആലോചിക്കാൻ പോലും കഴിയാതെ വിങ്ങിപ്പൊട്ടിയ മനസ്സുമായിട്ട്. എന്തായിരിക്കും ഇനി അദ്ദേഹം ചെയ്യുക? അദ്ദേഹം പറഞ്ഞതാണ് എന്നോട് അടച്ചു വെക്കാൻ. ഞാൻ അടച്ചു വെക്കാത്തോണ്ടല്ലേ. ആ കുട്ടിയുടെ മയ്യത്തായിട്ട് ഇങ്ങനെ വരികയാണ് ആ ഉപ്പ. ആ ഉമ്മയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവള് മുഖത്തേക്ക് നോക്കുന്നില്ല പേടിച്ചിട്ട്. അപ്പോഴാണ് അദ്ദേഹം അവളുടെ താടി പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കിയിട്ട്, താടിക്ക് പിടിച്ച മുഖം ഇങ്ങനെ പൊക്കിയിട്ട് അവളോട് പറഞ്ഞു, ആ ഇംഗ്ലീഷ് ചെറുകഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഐ ലവ് യു ഡാർലിംഗ്, ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ എന്നാണ്. നിന്റെ അടുത്തൊരു തെറ്റ് വന്നു എന്നുള്ളതുകൊണ്ട്, നിന്റെ അടുത്തൊരു അബദ്ധം വന്നു എന്നുള്ളതുകൊണ്ട് നിന്നെ ഞാൻ വെറുക്കുന്നില്ല കേട്ടോ, നീ മനഃപൂർവ്വം ചെയ്തല്ല നിനക്കറിയാം കേട്ടോ എന്നാണത്. അപ്പൊ അവള് കരഞ്ഞുപോയി എന്നാണ്. ആ കുട്ടിയുടെ മരണമല്ല ആ കരച്ചിലിന്റെ പിന്നിൽ, ആ ഭർത്താവിന്റെ ഉള്ളിലെ സ്നേഹമാണത്. ഇങ്ങനെ മാപ്പ് കൊടുത്തും പരസ്പരം ഇഷ്ടപ്പെട്ടും പരസ്പരം സ്നേഹിച്ചും പരസ്പരം ആദരിച്ചുമാണ് കുടുംബ ബന്ധമെങ്കിൽ എത്ര സുന്ദരമാകും അത്. തിരിച്ച് ഭർത്താവിന്റെ അടുത്തും ചെറിയ പാകപ്പിഴവുകൾ ഉണ്ടായേക്കാം. മറന്നുകൊടുത്ത് പുറത്തു കൊടുത്ത് ജീവിക്കുമ്പോൾ സ്നേഹം വർദ്ധിക്കുന്നു. മാപ്പ് കൊടുക്കുമ്പോൾ മനസ്സിൽ വലിയ സ്ഥാനമുണ്ടാകുന്നു. വെറുക്കുമ്പോഴോ സ്ഥാനം ഇടിയുന്നു. ഒരാൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കുന്നതോടുകൂടി അയാളുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം വർദ്ധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാരല്ലടാ എന്ന് പറയാൻ കാത്തിരിക്കുന്ന എത്ര മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുമുണ്ട് ആലോചിച്ചു. നമ്മൾ ഒന്ന് ഫോൺ വിളിച്ചിട്ട് അത് സാരമില്ലട്ടോ, ഞാൻ മറന്നുപോയിരിക്കണേ, നീ അത് വിചാരിക്കണ്ട, ഞാനിനി അത് ഓർക്കൂല, അത് സാരമില്ല എന്ന് നമ്മളൊന്ന് പറയാൻ കാത്തിരിക്കുന്ന എത്ര മനുഷ്യന്മാര് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സുഹൃത്തുക്കളിലും ഉണ്ട് എന്നാലോചിച്ച് നോക്കൂ. ഞാനും ആലോചിക്കാം. നമ്മളൊന്ന് ഫോൺ ചെയ്തിട്ട് അത് സാരമില്ലട്ടോ, അതൊക്കെ ഉണ്ടായി എനിക്ക് മനസ്സിലായി, പക്ഷെ അത് സാരമില്ലട്ടോ, അത് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളൊന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്ര മനുഷ്യരെ നമ്മുടെ ചുറ്റുമുണ്ട് എന്നൊരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് അവസാനത്തെ 3 വളരെ സ്വകാര്യമായ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? നമ്മുടെ നിശബ്ദത പോലും, മിണ്ടാതിരിക്കുന്ന സമയങ്ങൾ പോലും
അള്ളാഹുവിനെ കുറിച്ചുള്ള ഫിക്റുകൾ, ചിന്തകൾ ഉണ്ടാകണം. വനുത്ഖി ദിക്റ, മിണ്ടുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ, ഓർമ്മയുണ്ടാകണം. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അങ്ങനെയുള്ള ദിക്റുകൾ എന്നല്ല, എന്ന് മാത്രമല്ല ഇതിന്റെ അർത്ഥം. അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോഴും ആ ദിക്ർ ഉണ്ടാവണമെന്നാണ്. അതിൽ ചതിയോ വഞ്ചനയോ പരിഹാസമോ പരനിന്ദയോ അഹങ്കാരമോ കളവോ ഒന്നും വരാതെ ആ സംസാരത്തെ സൂക്ഷിക്കണം. അതാണ് വനുത്തഖി ദിക്റ. അവസാനത്തത് വനളരി ഇബ്ര, നമ്മൾ കാണുന്ന കാര്യങ്ങൾ അത് വെറുതെ ആകരുത്. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, കാണാൻ വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങൾ, അതൊന്നും വെറുതെ ആയി കളയരുത്. അതൊക്കെ എന്തെങ്കിലും കാര്യമുള്ള, ഗുണപാഠമുള്ള കാര്യങ്ങളാകണം. ഇങ്ങനെ നമ്മുടെ കാഴ്ച, നമ്മുടെ സംസാരം, നമ്മുടെ നിശബ്ദത, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ പിണക്കങ്ങൾ, നമ്മുടെ മാപ്പ്, നമ്മുടെ സ്വകാര്യ ജീവിതത്തിലെ സൂക്ഷ്മത, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മിതവ്യയം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട നീതി, ഇങ്ങനെ 9 വിഷയങ്ങളിലേക്ക് വെളിച്ചം നൽകിയ ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പരമദയാലുവായ നാഥ, ഞങ്ങൾക്ക് നീ പാപമോചനം നൽകി അനുഗ്രഹിക്കണമേ. നിന്നെ മറന്ന് പിശാചിലേക്ക് വഴിപ്പെട്ട് ചെയ്തു പോയിട്ടുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങൾക്ക് നീ പാപമോചനം നൽകി അനുഗ്രഹിക്കണമേ നാഥ. ജനനമെന്ന വാതിലിലൂടെ കടന്നു വന്ന് മരണമെന്ന മറ്റൊരു വാതിലിലൂടെ തിരിച്ചു പോകുന്നതിനു മുമ്പുള്ള ഈ ചെറിയ ശ്വാസ നേരത്തെ ഇതിന്റെ ആർഭാടങ്ങളിലും ആനന്ദങ്ങളിലും കുമിഞ്ഞുകൂടി യഥാർത്ഥമായി ചെയ്യേണ്ട കാര്യങ്ങളെ, പ്രധാനമായി ആലോചിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് മനസ്സ് തെറ്റിപ്പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നത് യാഥാർത്ഥ്യബോധത്തോടുകൂടി ജീവിതത്തെ കാണുവാനും നിമിഷങ്ങളെ, സമയത്തെ ഉപയോഗപ്പെടുത്താനും ബർക്കത്തുള്ള ഒരു ജീവിതം നയിക്കാനുമുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വല്യുപ്പന്മാർ, വല്യമ്മമാർ, മാതാപിതാക്കളിൽപ്പെട്ടവർ, ഗുരുനാഥന്മാർ, പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ, അള്ളാഹു അവർക്കെല്ലാവർക്കും പാപമോചനം നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ഉന്നതമായ സ്വർഗാരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. ജീവിച്ചിരിക്കുന്നവർക്ക് ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കണമേ തമ്പുരാനെ. നമ്മുടെ ഇടയിൽ നിന്ന് പലതുകൊണ്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, മക്കളില്ലാത്തതുകൊണ്ടും മക്കളുടെ പലതരത്തിലുള്ള വിഷമങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും വാർദ്ധക്യം കൊണ്ടും കടങ്ങൾ കൊണ്ടും സങ്കടങ്ങൾ കൊണ്ടുമൊക്കെ ദുരിതങ്ങൾ പേറുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ തോളോട് തോള് ചാരിയിരിക്കുന്നുണ്ട്. അള്ളാഹുവേ, സർവശക്തനായ നാഥ, അവർക്കെല്ലാവർക്കും സമാധാനം നിറഞ്ഞ ഒരു പരിഹാരം നീ പ്രദാനം ചെയ്യണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിക മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി വസല്ലം. വസ്സലാമു അലൈക്കും.